Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കറിയാം നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ആകെ 5 യൂണിറ്റുകളിലായിട്ട് 16 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 16 ചാപ്റ്ററുകളുടെയും വളരെ ഷോർട്ട് ആയിട്ടുള്ള സമ്മറിയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഒന്നാം യൂണിറ്റിലെ ഒന്നാം ചാപ്റ്ററായ The 3 L's of Empowerment എന്ന പ്രസംഗത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. The 3 L's of Empowerment, ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. ഇറ്റ്സ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റ്യൻ ലഗാർഡ്. ഇത് ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ പ്രസംഗമാണ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഹെഡ് ഓഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. IMFൻ്റെ തലവനാകുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ്. In this speech, she speaks on women empowerment. ഈ ഒരു പ്രസംഗത്തിലൂടെ അവർ സംസാരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ്. അതായത് ദ തീം ഓഫ് ദിസ് സ്പീച്ച് ഈസ് വിമൻ എംപവർമെൻറ്റ്. ഈ ഒരു പ്രസംഗത്തിൻ്റെ ആശയം സ്ത്രീ ശാക്തീകരണമാണ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് സേസ് വിമൻ ഫേസ് എ ലോട്ട് ഓഫ് ചലഞ്ചസ് ഇൻ ദിസ് വേൾഡ്. ഈ ഒരു ലോകത്ത് സ്ത്രീകൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്നു. She says the participation of women in the economic activities of a country is very low. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. Because women are denied equal opportunity. അതിനുള്ള കാരണം സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. She suggests as a solution to the challenges faced by women. ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കുന്നുണ്ട്, ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ദ 3 L's, 3 എല്ലുകൾ. ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. ദ 3 L's ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് പഠനം, ലേബർ ജോലി തൊഴിൽ, ലീഡർഷിപ്പ് നേതൃത്വം എന്നിവയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് നിർദ്ദേശിക്കുന്ന 3 എല്ലുകൾ. അതായത് ഇന്നത്തെ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ക്രിസ്റ്റ്യൻ ലഗാർഡ് മുന്നോട്ട് വെക്കുന്ന ഒരു ഫോർമുലയാണ് ദ 3 L's, ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. പഠനം, ജോലി, നേതൃത്വം. ഫസ്റ്റ് എൽ ഓഫ് വിമൻ എംപവർമെൻറ്റ് ഈസ് ലേണിംഗ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ എല്ലാണ് ലേണിംഗ്, പഠനം. ലേണിംഗ് മീൻസ് എഡ്യൂക്കേഷൻ. ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസമാണ്, പഠനമാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറയാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് വി ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റാവുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് വിദ്യാഭ്യാസം. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ചെയിൻസ് വിത്ത് വിച്ച് ദേ ആർ ബൗണ്ട്. സ്ത്രീകളെ ബന്ധിച്ചിരിക്കുന്ന ചെങ്ങലകളെ തകർക്കാൻ പഠനം അവരെ സഹായിക്കുന്നു. വിമൻ ക്യാൻ ബി എംപവേർഡ് വെൻ ദേ ആർ എഡ്യൂക്കേറ്റഡ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അവർക്ക് സ്വയം ശാക്തീകരിക്കാം. ക്രിസ്റ്റ്യൻ ലഗാർഡ് റിമൈൻഡ്സ് അസ് ദ ആഫ്രിക്കൻ അഡേജ് റിലേറ്റഡ് ടു വിമൻ എഡ്യൂക്കേഷൻ. സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് ക്രിസ്റ്റ്യൻ ലഗാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ്, if you educate a boy, you train a man. If you educate a girl, you train a village. നിങ്ങൾ ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പുരുഷനെ പരിശീലിപ്പിച്ച പോലെയാണ്. അതേസമയം തന്നെ നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ, അതായത് ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു ഗ്രാമത്തെ പരിശീലിപ്പിച്ചതുപോലെയാണ്. ദിസ് പ്രോവർബ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ ഒരു പഴഞ്ചൊല്ല് കാണിക്കുന്നത്. സോ ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ഈസ് ലേബർ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ലേബർ. ലേബർ മീൻസ് തൊഴിൽ, ജോലി. ലേബർ ഹെൽപ്സ് വിമൻ ടു ഐഡൻറ്റിഫൈ ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. സ്ത്രീകളുടെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയാൻ തൊഴിൽ അവരെ സഹായിക്കുന്നു. എ വുമൺ വിതൗട്ട് എനി ഇൻകം ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ഹെർ ഫാദർ, ഹസ്ബൻഡ് ഓർ സൺ ഫോർ ഹെർ നീഡ്സ്. ഒരു വരുമാനവുമില്ലാത്ത ഒരു സ്ത്രീക്ക് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവളുടെ പിതാവിനെയോ ഭർത്താവിനെയോ മകനെയോ ആശ്രയിക്കേണ്ടി വരുന്നു. ലേബർ ഹെൽപ്സ് വിമൻ ടു ഏൺ മണി ആൻഡ് ഷീ ക്യാൻ ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ജോലി സ്ത്രീകളെ പണം സമ്പാദിക്കാൻ അവരെ സഹായിക്കുന്നു, അതുപോലെ തന്നെ അവൾക്ക് സ്വതന്ത്രരാകാനും സാധിക്കും.
ലേബർ ഗീവ്സ് ഹെർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. തൊഴിൽ അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. എ ജോബ് ഈസ് മസ്റ്റ് ഫോർ വിമൻ. സ്ത്രീകൾക്ക് ഒരു ജോലി നിർബന്ധമാണ്. ഷീ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് അവൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. ഇറ്റ് വിൽ എംപവർ ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ അത് ശാക്തീകരിക്കും. Then Christine Lagarde also points out the difficulties faced by women in the workplace. ജോലി സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ക്രിസ്റ്റ്യൻ ലഗാർഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. Today, women face many challenges in the workplace. ഇന്ന് ജോലി സ്ഥലത്ത് സ്ത്രീകൾ ധാരാളം പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. Those are low payment, low security, low status, etc. കുറഞ്ഞ വേതനം, കുറഞ്ഞ സുരക്ഷ, അതുപോലെ തന്നെ താഴ്ന്ന സ്റ്റാറ്റസ് എന്നിവയാണിവ. Our basic norm related to women's job should be equal pay for equal work. സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള മുദ്രാവാക്യം തുല്യ ജോലിക്ക് തുല്യവേതനം എന്നായിരിക്കണം. We should eliminate gender discrimination in economic participation. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ലിംഗവിവേചനം നാം ഇല്ലാതാക്കണം. We should promote more opportunity for women. സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കണം. Equal payment and high security should be ensured in the workplace. ജോലിസ്ഥലത്ത് തുല്യവേതനവും ഉയർന്ന സുരക്ഷയും ഉറപ്പാക്കണം. Learning and labor are the key factors in the process of women empowerment. സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പഠനവും ജോലിയും. Learning and labor. Then leadership is the third L of women empowerment. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള മൂന്നാമത്തെ L ആണ് ലീഡർഷിപ്പ്, നേതൃത്വം. ലീഡർഷിപ്പ് മേക്സ് വിമൻ മോർ പവർഫുൾ. നേതൃത്വം സ്ത്രീകളെ കൂടുതൽ ശക്തരാക്കുന്നു. വിച്ച് മീൻസ് ലീഡർഷിപ്പ് എംപവേഴ്സ് വിമൻ. നേതൃത്വം സ്ത്രീകളെ ശാക്തീകരിക്കുന്നു. ലീഡർഷിപ്പ് ഹെൽപ്സ് വിമൻ ടു യൂസ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. സ്ത്രീകളുടെ കഴിവുകളെ പുറത്തെടുക്കാനും അത് ഉപയോഗിക്കാനും ലീഡർഷിപ്പ്, നേതൃത്വം അവരെ സഹായിക്കുന്നു. വിമൻ ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ്, കമ്പാഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ശരിയായ ധാരണ, അനുകമ്പ, സുസ്ഥിരത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. വിമൻ ഷുഡ് ബി റെഡി ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണുകളായിട്ടുള്ള വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരിക്കണം. ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. വിമൻ എംപവർമെൻറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ വിമൻ, ഇറ്റ് ഈസ് ഫോർ ദ ഹോൾ സൊസൈറ്റി. സ്ത്രീ ശാക്തീകരണം ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സമൂഹത്തിനാകെയുള്ളതാണ് സ്ത്രീ ശാക്തീകരണം. അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും സമൂഹത്തിനാകെ ലഭിക്കുന്നതാണ്. വിച്ച് മീൻസ് ദ എൻറ്റയർ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലോകത്തിനാകെ ലഭിക്കും. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ എനി വുമൺ എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. എനി വുമൺ, ഏതൊരു സ്ത്രീയും. എനി വുമൺ ഈസ് എ പോം റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. കാതറിൻ ടൈനാൻ എഴുതിയ ഒരു കവിതയാണ് എനി വുമൺ. ദ തീം ഓഫ് ദിസ് പോം ഈസ് വാല്യൂ ഓഫ് എ മദർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ എ ഹൗസ്. ഈ ഒരു കവിതയുടെ ആശയമായി വരുന്നത് ഒരു അമ്മയുടെ മൂല്യമാണ്, അതല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീയുടെ പ്രാധാന്യമാണ്. ദ പോയിറ്റ് സേയ്സ്, മദർ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, കീസ്റ്റോൺ ഓഫ് ദ ആർച്ച്, ഫയർ അപ്പോൺ ദ ഹാർട്ട്, ലൈറ്റ് ഓഫ് ദ സൺ, ഹീറ്റ് ഓഫ് ദ എർത്ത്, ലൈറ്റ് ഓഫ് ലവ്, ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ, നോട്ട് ഓഫ് ലവ്, ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. ഈ ഒരു കവിതയിലൂടെ കവി അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അമ്മ വീടിൻ്റെ തൂണുകളാണ്. ദെൻ കമാനത്തിൻ്റെ ആണിക്കല്ലാണ്, അടുപ്പിലെ തീയാണ്, സൂര്യൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ചൂടാണ്, സ്നേഹത്തിൻ്റെ പ്രകാശമാണ്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പിടുത്തമാണ്. ദെൻ സ്നേഹത്തിൻ്റെ ഒരു പിടുത്തമാണ്. ഒരു വീടിൻ്റെ തറ മുതൽ മേൽക്കൂര വരെയാണ്. എല്ലാ അപകടങ്ങൾക്കും എതിരായി നിൽക്കുന്ന മതിലാണ്. കാറ്റിനും മഞ്ഞിനും എതിരായി നിൽക്കുന്ന വാതിലാണ്. തുടങ്ങിയ അനവധി മെറ്റഫറുകളാണ് ഒരു അമ്മയെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവയെല്ലാം ഫിഗർ ഓഫ് സ്പീച്ചുകളിൽപ്പെട്ട മെറ്റഫറാണ്.
മദർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ഹൗസ്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമ്മ. വിതൗട്ട് മദർ ദ ഫാമിലി വിൽ ലൂസ് ഇറ്റ്സ് യൂണിറ്റി. ഒരു വീട്ടിൽ അമ്മയില്ല എങ്കിൽ ആ ഒരു വീടിൻ്റെ ഐക്യം നഷ്ടപ്പെടും. വിതൗട്ട് എ വുമൺ എ ഫാമിലി ഡസൻ ഹാവ് എക്സിസ്റ്റൻസ്. സ്ത്രീ ഇല്ലാതെ ഒരു കുടുംബത്തിന് നിലനിൽപ്പില്ല. മദർ മേക്സ് ദ ഹൗസ് അലൈവ്. ഒരു വീടിനെ ജീവസുറ്റതാക്കുന്നത് അമ്മയാണ്. ദർ ഈസ് നോ ഹാപ്പി ഫാമിലി വിതൗട്ട് മദർ. അമ്മയില്ലാതെ ഒരു സന്തോഷമുള്ള കുടുംബമുണ്ടാകില്ല. ഷീ പ്രൊവൈഡ്സ് പ്യുവർ ലവ് ഫോർ ചിൽഡ്രൻ ആൻഡ് മേക്ക് ദം ഗുഡ് ചിൽഡ്രൻ. അവർ കുട്ടികൾക്ക് പരിശുദ്ധമായ സ്നേഹം നൽകുകയും അവരെ നല്ല കുട്ടികളാക്കുകയും ചെയ്യുന്നു. എ വുമൺ ഈസ് എൻ ഓൾറൗണ്ടർ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിലെ ഓൾറൗണ്ടറാണ് ഒരു സ്ത്രീ. അതായത് ഹെർ കെയർഫുൾ ടച്ച് റീച്ചസ് എവറിവെയർ ആൻഡ് എവറിത്തിങ് ഇൻ എ ഹൗസ്. അവളുടെ ശ്രദ്ധാപൂർവമായ സ്പർശനം എല്ലായിടത്തും ഒരു വീട്ടിലെ എല്ലാത്തിനും എത്തുന്നു. മദർ ഡസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ എ ഹൗസ്. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയാണ്. ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹൗസ് ആർ കണക്റ്റഡ് വിത്ത് മദർ. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഷീ പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ പ്രോബ്ലംസ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവൾ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു. ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പോം ദ മദർ പ്രേസ് ടു ദ ഗോഡ് നോട്ട് ടു ടേക്ക് ഹർ ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ ഒരു കവിതയുടെ അവസാന ഭാഗത്ത് കുട്ടികൾ വളരുന്നതുവരെ എന്നെ നീ മരിപ്പിക്കരുത് എന്ന് അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഷോസ് ദ അറ്റ്മോസ്റ്റ് ലവ് ഓഫ് എ മദർ ടുവാർഡ്സ് ഹെർ ചിൽഡ്രൻ. ഇത് കാണിക്കുന്നത് ഒരു അമ്മയുടെ മക്കളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ദ പോം ഡിസ്ക്രൈബ്സ് ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ. ഒരു അമ്മയുടെ ഉപാധികളില്ലാത്ത സ്നേഹത്തെയാണ് കവിത വിവരിക്കുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് എനി വുമൺ എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 3ാം ചാപ്റ്ററായ മാച്ച് ബോക്സ് എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. മാച്ച് ബോക്സ്, തീപ്പെട്ടി. മാച്ച് ബോക്സ് ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ അശപൂർണ ദേബി. അശപൂർണ ദേബി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് മാച്ച് ബോക്സ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി അശപൂർണ ദേബി കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ എഴുത്തുകാരി സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. Because even though the matchboxes have the power to burn everything, they are not making problems. തീപ്പെട്ടികൾക്ക് എന്തിനേയും കത്തിക്കാനുള്ള കരുത്തുണ്ട് എങ്കിലും അവ സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. We can see them everywhere in the house, calm and innocent without making any problem. ഒരു പ്രശ്നവുമില്ലാതെ ശാന്തരും വളരെ നിഷ്കളങ്കരുമായിട്ട് തീപ്പെട്ടികളെ നമുക്ക് വീട്ടിൽ എല്ലായിടത്തും കാണാം. The writer says women are like matchboxes. എഴുത്തുകാരി പറയുകയാണ് സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ്. ടു പ്രൂവ് ഹെർ വേർഡ്സ് ഷീ ടെൽസ് എ സ്റ്റോറി. ഈ ഒരു കാര്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു കഥ പറയുകയാണ്. അതായത് സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അശപൂർണ ദേബി ഒരു കഥ പറയുകയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ, അജിത് ആൻഡ് നോമിത. വിവാഹിതരായ ദമ്പതികളായ അജിത്തിൻ്റെയും നോമിതയുടെയും കഥയാണിത്. ദ സ്റ്റോറി ഹാപ്പൻസ് അറ്റ് അജിത്സ് ഹൗസ്. അജിത്തിൻ്റെ വീട്ടിലാണ് കഥ സംഭവിക്കുന്നത്. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നോമിത. നോമിത ഈസ് എ സ്ട്രോങ് മൈൻഡഡ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് വുമൺ. ദൃഢമായ ചിന്താഗതിയും സ്ട്രേറ്റ് ഫോർവേഡായിട്ടുമുള്ള ഒരു സ്ത്രീയാണ് നോമിത. ഷീ വാണ്ട്സ് ഹെർ പ്രൈവസി ആൻഡ് റൈറ്റ്സ് ടു ബി റെസ്പെക്റ്റഡ്. അവളുടെ സ്വകാര്യതയും അവകാശങ്ങളും മാനിക്കപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. And Nomita is ready to protest against gender discrimination within the four walls of her room. ലിംഗവിവേചനത്തിനെതിരെ തൻ്റെ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ വെച്ചിട്ടെങ്കിലും അതിനെതിരെ പ്രതിഷേധിക്കാൻ നോമിത ശ്രമിക്കുന്നുണ്ട്. നോമിത കംസ് ഫ്രം എ പുവർ ഫാമിലി. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് നോമിത വരുന്നത്. ബട്ട് ഷീ ഗെറ്റ്സ് മാരീഡ് ഇൻ ടു എ റിച്ച് ഫാമിലി ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഹെർ ലുക്സ്. അവളുടെ ഭംഗിയുടെ കരുത്തിൽ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് നോമിതയെ വിവാഹം കഴിക്കുന്നത്. വിച്ച് മീൻസ് നോമിത ഈസ് വെരി ബ്യൂട്ടിഫുൾ. നോമിത വളരെ ഭംഗിയുള്ളവളാണ്. നോമിതാസ് മദർ ഈസ് എ പുവർ വിഡോ വിതൗട്ട് എ സൺ ടു ലുക്ക് ആഫ്റ്റർ ഹെർ. നോമിതയുടെ അമ്മ പാവപ്പെട്ട ഒരു വിധവയാണ്, അവളെ നോക്കാൻ ഒരു മകനുമില്ല. ഷി ഫൗണ്ട് അജിത് എ റിച്ച് മാൻ ടു ഹെർ ഡോട്ടർ. അങ്ങനെ അവളുടെ മകൾക്ക് വേണ്ടി അജിത് എന്ന ഒരു പണക്കാരനെയാണ് നോമിതയുടെ അമ്മ നോമിതയ്ക്ക് വേണ്ടി കണ്ടെത്തുന്നത്.
Nomida's mother thinks that Nomida is like a queen in her husband's house. നോമിത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് നോമിതയുടെ അമ്മ കരുതുന്നത്. ഷീ തിങ്സ് ഹെർ സൺ ഇൻ ലോ അജിത് ഈസ് ഹൈ മൈൻഡഡ് ആൻഡ് ലാർജ് ഹാർട്ടഡ് മാൻ. നോമിതയുടെ അമ്മ വിചാരിക്കുന്നത് അവളുടെ മരുമകനായിട്ടുള്ള അജിത് വളരെ നല്ല മനസ്സിനുടമയും വിശാല മനസ്സിനുടമയാണ് എന്നാണ് നോമിതയുടെ അമ്മ അജിത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. So Nomida's mother frequently writes to Nomida about her troubles and hardships and requesting her for money. മരുമകനായ അജിത് വളരെ വിശാല ഹൃദയനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നോമിതയുടെ അമ്മ പലപ്പോഴും നോമിതയ്ക്ക് അവളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളെയും കുറിച്ച് എഴുതുകയും അവളോട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നോമിത doesn't like her mother's constant begging for money. പണത്തിനു വേണ്ടി നോമിതയുടെ അമ്മ നിരന്തരമായിട്ട് കത്തുകൾ എഴുതുന്നത് നോമിതയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. She thinks that it is an insult for her. പണം ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ നിരന്തരമായിട്ട് കത്തുകൾ എഴുതുന്നത് അവൾക്ക് അപമാനമാണ് എന്നാണ് നോമിത ചിന്തിക്കുന്നത്. ബട്ട് നോമിത തിങ്സ് അബൌട്ട് സെൻഡിങ് സം മണി ടു ഹെർ മദർ സീക്രട്ട്ലി. അമ്മയ്ക്ക് വേണ്ടി രഹസ്യമായി പണം അയക്കുന്നതിനെക്കുറിച്ച് നോമിത ചിന്തിക്കുന്നുമുണ്ട്. ഇറ്റ് ഷോസ് ഹെർ ലവ് ടുവാർഡ്സ് ഹെർ മദർ. ഇത് കാണിക്കുന്നത് നോമിതയ്ക്ക് നോമിതയുടെ അമ്മയോടുള്ള സ്നേഹത്തെയാണ്. Nomida's husband, Ajit, had a bad habit, that of reading Nomida's letters without her permission. നോമിതയുടെ ഭർത്താവായ അജിത്തിന് നോമിതയ്ക്ക് വരുന്ന കത്തുകൾ അവളുടെ സമ്മതമില്ലാതെ തുറന്നു വായിക്കുക എന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. അതായത് whenever there is a letter with Nomida's name on the letter cover, Ajit opens it and reads it before giving to Nomida. And sometimes he doesn't give the letter to her. ലെറ്റർ കവറിൽ നോമിതയുടെ പേരുള്ള ഒരു കത്ത് കാണുമ്പോഴെല്ലാം നോമിതയ്ക്ക് നൽകുന്നതിന് മുമ്പായിട്ട് അജിത് ആ ഒരു കത്ത് എടുക്കുകയും വായിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അദ്ദേഹം നോമിതയുടെ കത്തുകൾ അവൾക്ക് കൊടുക്കാറുമില്ല. ഫോർ ദിസ് റീസൺ നോമിത ഈസ് ഇൻ ആങ്കർ വിത്ത് അജിത്. അജിത്തിൻ്റെ ഈ ഒരു ദുശീലം കാരണം നോമിത അജിത്തുമായിട്ട് ദേഷ്യത്തിലാണ്. വെനെവർ നോമിത ആസ്ക് അബൌട്ട് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത് ഹി ഫൈൻഡ്സ് സില്ലി റീസൺസ്. അജിത്തിൻ്റെ ഈ ഒരു മോശം സ്വഭാവത്തിനെതിരെ നോമിത പ്രതികരിക്കുമ്പോഴെല്ലാം അജിത് യുക്തിസഹമല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തുന്നു. ഹെർ ഹസ്ബൻഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് നോമിത മേക്സ് ഹെർ ഫർദർ ആംഗ്രി ആൻഡ് മാഡ്. നോമിതയോടുള്ള അവളുടെ ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള മനോഭാവം അവളെ കൂടുതൽ ദേഷ്യമുള്ളവളും രോഷമുള്ളവളുമാക്കുന്നു. ഷീ കോൾസ് ഹിം ലയർ ആൻഡ് വൾഗർ മാൻ. അവൾ അദ്ദേഹത്തെ നുണയൻ അതുപോലെ തന്നെ വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിളിക്കുന്നു. At one moment, she even tried to show him the potential of woman by tries to burn her sari, threatening to commit suicide. ഒരു നിമിഷം നോമിത സ്ത്രീകളുടെ കഴിവ് അദ്ദേഹത്തിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൾ സാരി കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. But she leaves her angry and goes back to normal life and pretends to be happy by smiling in front of the members of the family. എന്നാൽ നോമിത അവളുടെ ദേഷ്യത്തെ ഉപേക്ഷിക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും കുടുംബാംഗങ്ങളുടെ മുന്നിൽ പുഞ്ചിരിക്കുകയും സന്തോഷവതിയാണ് എന്ന് നടിക്കുകയും ചെയ്യുന്നുണ്ട്. ഷീ ഹാസ് ഹെർ ഓൺ പവേഴ്സ് ബട്ട് ഷീ സാക്രിഫൈസസ് ഹെർ ഹാപ്പിനെസ് ഫോർ ദി സേക്ക് ഓഫ് എ ഗുഡ് ഫാമിലി ലൈഫ്. അവൾക്ക് അവളുടേതായ ശക്തിയും കരുത്തുമുണ്ട് എങ്കിലും നല്ല ഒരു കുടുംബജീവിതത്തിനായി അവൾ അവളുടെ സന്തോഷം ത്യജിക്കുന്നു. സോ ദ റൈറ്റർ കമ്പയേഴ്സ് ഹെർ വിത്ത് ദ മാച്ച് ബോക്സ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരി അവളെ നോമിതയെ തീപ്പെട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. ഹിയർ ദ ഓതർ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കഥയിൽ എഴുത്തുകാരി സ്ത്രീകളെ തീപ്പെട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. ബിക്കോസ് ലൈക്ക് മാച്ച് ബോക്സസ് വിമൻ ടു കണ്ടെയ്ൻ ഇനഫ് പവർ ടു ടെർമിനേറ്റ് എവറിത്തിങ്, ബട്ട് ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ് ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം ലൈക്ക് മാച്ച് ബോക്സസ്. കാരണം തീപ്പെട്ടികളെപ്പോലെ തന്നെ സ്ത്രീകൾക്കും എല്ലാത്തിനെയും അവസാനിപ്പിക്കാനും എല്ലാത്തിനെയും നശിപ്പിക്കാനുമായുള്ള ആവശ്യമായ ശക്തിയും കരുത്തുമുണ്ട്. എന്നാൽ അവർ അടുക്കളയിലും സ്റ്റോർ റൂമിലും കിടപ്പുമുറികളിലും തീപ്പെട്ടികളെപ്പോലെ തന്നെ സൗമ്യരായും നിഷ്കളങ്കരുമായിട്ടും ഇരിക്കുന്നു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് മാച്ച് ബോക്സ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 4ാം ചാപ്റ്ററായ ഹൊറഗല്ലു എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഹൊറഗല്ലു. ഹൊറഗല്ലു ഈസ് എൻ അനക്ഡോട്ട് റിട്ടൺ ബൈ സുധാമൂർത്തി. സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു അനക്ഡോട്ട്, ഒരു സംഭവ കഥയാണ് ഹൊറഗല്ലു. ഇൻ ദിസ് സ്റ്റോറി ദ ഓതർ റിമെമ്പേഴ്സ് ഹെർ ചൈൽഡ്ഹുഡ് ഡേയ്സ്.
ഈ ഒരു കഥയിൽ എഴുത്തുകാരി അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഷീ റിമെമ്പേഴ്സ് അബൌട്ട് ഹർ വില്ലേജ്. അവൾ അവളുടെ ഗ്രാമത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. There was a large banyan tree in the middle of the village. അവളുടെ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ആൽമരം ഉണ്ടായിരുന്നു. There was a horegalu under the banyan tree. ആ ഒരു ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഹൊരഗലു ഉണ്ടായിരുന്നു. ഹൊരഗലു ഈസ് എ സ്റ്റോൺ ബെഞ്ച്. ഹൊരഗലു എന്നത് ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ചാണ്. എനിവൺ കുഡ് സിറ്റ് there and rest a while. ആർക്കും അവിടെ ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം. ഹൊരഗലു ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ ദ ഓതർ. ഹൊരഗല്ലു എഴുത്തുകാരിക്ക് പ്രത്യേക ഓർമ്മകൾ നൽകുന്നുണ്ട്. ഇറ്റ് വാസ് അബൌട്ട് ഹർ ഗ്രാൻഡ് ഫാദർ. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ. ആ ഒരു ഓർമ്മകൾ അവളുടെ മുത്തച്ഛനെ കുറിച്ചായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഹർ ഗ്രാൻഡ് ഫാദർ യൂസ് ടു സിറ്റ് ദെയർ ആൻഡ് ടോക്ക് ടു ദ പീപ്പിൾ ദെയർ. അവളുടെ മുത്തച്ഛൻ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാറുമുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാമേഴ്സ്. അവിടെ സമയം ചെലവഴിക്കുന്ന അധികം ആളുകളും കർഷകരായിരിക്കും. ആൻഡ് ദേ മേ ബി ക്യാരിയിങ് ഹെവി ലോഡ്സ് ഓൺ ദെയർ ഹെഡ്. അവർ അവരുടെ തലയിൽ വലിയ ഭാരങ്ങൾ ചുമക്കുന്നുണ്ടായിരിക്കും. ആൻഡ് എവരി വൺ നീഡ്സ് ടു സ്റ്റോപ്പ് എ വൈൽ ടു പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ ആൻഡ് ടേക്ക് റെസ്റ്റ് ടു റീഫ്രഷ്. അങ്ങനെ ആ ഒരു ഭാരം ചുമന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം വിശ്രമിക്കാനും ആ ഒരു ഭാരം ഇറക്കി വെക്കാനും അവർക്ക് ആവശ്യമുണ്ട്. ദ ഹൊരഗല്ലു ഗീവ്സ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതിനുള്ള അവസരമാണ് ഹൊരഗല്ലു അവർക്ക് നൽകുന്നത്. അതായത് അവർക്ക് അവിടെ ഇരിക്കാനും അവരുടെ ഭാരം അവിടെ ഇറക്കി വെക്കാനും വിശ്രമിക്കാനുമുള്ള അവസരമാണ് ഹൊരഗല്ലു അവർക്ക് നൽകുന്നത്. സോ ദ ഹൊരഗല്ലു വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഹൊരഗല്ലു വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദ ടുക്ക് റെസ്റ്റ് ഓൺ ദെയർ ലോങ് ജേണി. അവരുടെ ദീർഘയാത്രയിൽ അവർ അവിടെ വിശ്രമിക്കുന്നു. ദ ഫാമേഴ്സ് പുട്ട് ഡൗൺ ദെയർ ബേർഡൻസ്, സിറ്റ് ഓൺ ദ ഹൊരഗല്ലു ആൻഡ് ചാറ്റ് വിത്ത് ദ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ അതിലൂടെ വലിയ ചുമടുമായിട്ട് സഞ്ചരിക്കുന്ന കർഷകർ അവരുടെ ചുമടുകൾ അവിടെ ഇറക്കി വെക്കുകയും ഹൊരഗല്ലുവിന് സമീപത്ത് ഇരിക്കുകയും അവിടെയുള്ള ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്നു. ദേ ഷെയർ ദർ വറീസ് ടു ദി ഗ്രാൻഡ് ഫാദർ. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ അവരുടെ ആശങ്കകളും അവരുടെ പ്രശ്നങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നു. ഹർ ഗ്രാൻഡ് ഫാദർ ലിസൺ ടു ദം ടു റീഫ്രഷ് ദം ഫോർ ദർ ജേണി. അങ്ങനെ എഴുത്തുകാരിയുടെ ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ, അവർ സംസാരിക്കുന്ന, അതായത് കർഷകർ സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുകയും അങ്ങനെ അവരുടെ യാത്രയ്ക്ക് വേണ്ടി അവരെ റീഫ്രഷ് ആക്കുകയും ചെയ്യുന്നു. അതായത് മുത്തച്ഛനുമായി സംസാരിച്ചതിന് ശേഷം കർഷകർക്ക് ഉന്മേഷം തോന്നുന്നു, ഒരു റീഫ്രഷ്മെൻറ്റ് തോന്നുന്നു. ദ ഹൊരഗല്ലു വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ, ആ ഒരു കർഷകരുടെ ജീവിതത്തിൽ ഹൊരഗല്ലു വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദെൻ ലേറ്റർ ദ ഓതർ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഓതർ, അതായത് സുധാമൂർത്തി, ബോംബെയിൽ ജോലി ചെയ്യുകയായിരുന്നു, വർക്ക് ചെയ്യുകയായിരുന്നു. ഷീ മീറ്റ്സ് രത്ന, എ കൊളീഗ് ഓൺ ഹെർ വർക്ക് പ്ലേസ്. ഷി വാസ് എ സീനിയർ ക്ലർക്ക്. അങ്ങനെ അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള രത്നയെ സുധാമൂർത്തി കണ്ടുമുട്ടുന്നു. ഷി വാസ് എ സീനിയർ ക്ലർക്ക്. രത്ന അവിടെ ഒരു സീനിയർ ക്ലർക്കായിരുന്നു. എവറി ഡേ ഡ്യൂറിങ് ലഞ്ച് അവർ രത്ന വുഡ് സിറ്റ് വിത്ത് ഹെർ കൊളീഗ്സ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് രത്ന അവളുടെ സഹപ്രവർത്തകരുടെ കൂടെ ഇരിക്കുകയും അവരുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഹെർ കൊളീഗ്സ് വുഡ് ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് ഹെർ. അങ്ങനെ രത്നയുടെ സഹപ്രവർത്തകർ, കൊളീഗ്സ്, അവരുടെ പ്രശ്നങ്ങൾ രത്നയുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. രത്ന ഓൺലി ലിസൺ ടു ദം വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം രത്ന വളരെ ക്ഷമയോടുകൂടെ, ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ കേൾക്കുമായിരുന്നു. രത്ന റീഫ്രഷ് ഹെർ കൊളീഗ്സ് ബൈ ലിസണിങ് ടു ദെയർ ട്രബിൾസ്. അങ്ങനെ രത്ന അവളുടെ സഹപ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടുകൊണ്ട് അവരെ റീഫ്രഷ് ആക്കുമായിരുന്നു. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ട് അവരെ റീഫ്രഷ് ആക്കുമായിരുന്നു രത്ന. ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വെയർ ഡൂയിങ് സം ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. മുത്തച്ഛനും അതുപോലെ തന്നെ രത്നയും വലിയ സാമൂഹ്യ സേവനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബോത്ത് ഓഫ് ദം വെയർ ഗുഡ് ലിസണേഴ്സ്. ഇവർ രണ്ടുപേരും നല്ല ശ്രോതാക്കളായിരുന്നു. അതായത് ഗ്രാൻഡ് ഫാദറും രത്നയും മറ്റുള്ള ആളുകൾ പറയുന്നത് വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കുന്ന ആളുകളായിരുന്നു. ദേ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ് പേഷ്യൻ്റ്ലി. മറ്റുള്ള ആളുകൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടെ ഇവർ കേട്ടിരിക്കുമായിരുന്നു. ഇറ്റ് റീഫ്രഷ്ഡ് ആൻഡ് റിലാക്സ്ഡ് ദ സ്പീക്കേഴ്സ്. ഇത് അവരോട് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമായിരുന്നു. ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വെയർ ഹ്യൂമൻ ഹൊരഗല്ലൂസ്. എഴുത്തുകാരിയുടെ മുത്തച്ഛനും അതുപോലെ തന്നെ അവളുടെ സഹപ്രവർത്തകരായിട്ടുള്ള രത്നയും മനുഷ്യന്മാരായിട്ടുള്ള ഹൊരഗല്ലൂസ് ആയിരുന്നു. ബിക്കോസ്
ഹിയർ ദ ഹൊറഗല്ലു, ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഡു ദ സെയിം തിങ്. ഇവിടെ ഹൊറഗല്ലുവും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ദേ ഹെൽപ്പ് ദ പീപ്പിൾ ടു അൺബേർഡൻ ദെയർ ബേർഡൻസ്. ആളുകളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ഇവർ സഹായിക്കുന്നു. ഹിയർ ബേർഡൻ സിംബോളിക്കലി മീൻസ് ആർ പ്രോബ്ലംസ്, വറീസ്, ആങ്സൈറ്റീസ് എറ്റ്സെട്ര. ഇവിടെ ബേർഡൻ അതായത് ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ പ്രയാസങ്ങൾ എന്നിവയാണ്. ആൻഡ് വെൻ ദ ഓതർ സീസ് എ ഹൊറഗല്ലു ഷീ റിമെമ്പേഴ്സ് ഹെർ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഓതർ അതായത് എഴുത്തുകാരി ഹൊറഗല്ലുകൾ കാണുന്ന സമയത്ത് അവളുടെ മുത്തച്ഛനെയും അതുപോലെ തന്നെ രത്നയെയും ഓർമ്മിക്കുകയാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഹൊറഗല്ലു എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 2ാം യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ മെൻഡിങ് വോൾ എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. മെൻഡിങ് വോൾ, which means repairing a wall. Mending Wall is a poem written by the famous American poet Robert Frost. പ്രശസ്ത അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ കവിതയാണ് മെൻഡിങ് വോൾ. The poem tells about the relationship of two neighbors. 2 അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കവിത പറയുന്നുണ്ട്. The central theme of the poem is that nature doesn't like separation. പ്രകൃതിക്ക് വേർപിരിയൽ ഇഷ്ടമില്ല എന്നതാണ് ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ആശയം. ബട്ട് ഫോർ എ ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 neighbors, walls are necessary between 2 neighbors. എന്നാൽ 2 അയൽവാസികൾക്കിടയിൽ നല്ല ഒരു ബന്ധത്തിന് വേണ്ടി, ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധത്തിന് അവർക്കിടയിൽ ഒരു മതിൽ അത്യാവശ്യമാണ് എന്നും കവിത പറയുന്നുണ്ട്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ അതല്ലെങ്കിൽ നല്ല വേലികൾ നല്ല അയൽവാസികളെ ഉണ്ടാക്കുന്നു. There are 2 characters in this poem. ഈ ഒരു കവിതയിൽ 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്. The poet and his neighbor. കവിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും. ഇവർ 2 പേരുമാണ് ഈ ഒരു കവിതയിലെ 2 കഥാപാത്രങ്ങൾ. And there is a stone wall between their property. ഈ 2 അയൽവാസികളുടെയും സ്ഥലത്തിനിടയിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മതിലുണ്ട്. And the wall is broken without any reason. ഒരു കാരണവുമില്ലാതെ മതിൽ പൊളിയുന്നു. അതായത് ഇൻ എവറി സ്പ്രിംഗ് സീസൺ ദ പോയറ്റ് ഫൈൻഡ്സ് ദ വാൾ ഈസ് ബ്രോക്കൺ. എല്ലാ വസന്തകാലത്തിലും ആ ഒരു മതിൽ തകർന്നതായി കവി കാണുന്നു. ആൻഡ് നോ വൺ നോസ് ഹു ഈസ് ബ്രേക്കിംഗ് ദ വാൾ. ആർക്കും അറിയില്ല ആരാണ് ആ ഒരു മതിലിനെ പൊളിക്കുന്നത് എന്നത്. ദെൻ ദ പോയറ്റ് ഇൻഫോംസ് ഹിസ് നെയ്ബർ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ വാൾ. അങ്ങനെ കവി അദ്ദേഹത്തിൻ്റെ അയൽവാസിയെ ഈ ഒരു മതിലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയിക്കുകയാണ്. അതായത് മതിൽ പൊളിഞ്ഞതായിട്ട് കവി അദ്ദേഹത്തിൻ്റെ അയൽവാസിയെ അറിയിക്കുകയാണ്. ആൻഡ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ റിപ്പയർ ദ സ്റ്റോൺ വാൾ. അങ്ങനെ ഒരു ദിവസം കവിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും കൂടെ തകർന്ന ആ ഒരു മതിൽ റിപ്പയർ ചെയ്യുകയാണ്, നന്നാക്കുകയാണ്. വൈൽ റിപ്പയറിംഗ് ദ വാൾ ദ പോയറ്റ് ഡൗട്ട്സ് ദ നീഡ് ഓഫ് ദ വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടി. അങ്ങനെ ആ ഒരു മതിൽ റിപ്പയർ ചെയ്യുന്നതിനിടയിൽ കവി അവിടെയുള്ള ആ ഒരു അവർ നന്നാക്കുന്ന ആ ഒരു മതിലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംശയിക്കുകയാണ്. According to him, they don't need a wall because they have no cattle. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, അതായത് കവിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ കന്നുകാലികളൊന്നുമില്ല. He says they have only apple trees and pine trees and they never cross the land. കവി പറയുന്നത് അവിടെ ആകെയുള്ളത് ആപ്പിൾ മരങ്ങളും അതുപോലെ തന്നെ പൈൻ മരങ്ങളുമാണ്, അവ ഒരിക്കലും ക്രോസ് ചെയ്യില്ല എന്നും കവി പറയുന്നു. അതായത് കവിയുടെ ഭൂമിയിലുള്ള ആപ്പിൾ മരങ്ങൾ അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ ഭൂമിയിലേക്കോ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ പൈൻ മരങ്ങൾ കവിയുടെ സ്ഥലത്തേക്കോ വരില്ല എന്ന് കവി പറയുന്നു. സോ ഹി സേയ്സ് ദർ ഈസ് നോ വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ കവി പറയുകയാണ് അവരുടെ പ്രോപ്പർട്ടിക്കിടയിൽ, അതായത് അവരുടെ സ്ഥലത്തിനിടയിൽ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി പറയുന്നത്. ബട്ട് ദ നെയ്ബർ ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് പോയറ്റ്സ് ഒപ്പീനിയൻ. എന്നാൽ കവിയുടെ അഭിപ്രായം അംഗീകരിക്കാനോ അത് സ്വീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ തയ്യാറല്ല. ഹി ഹാസ് എ ഫേം ബിലീഫ് ദാറ്റ് ദർ മസ്റ്റ് ബി എ വാൾ. അവിടെ ഒരു മതിൽ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം. അതായത് കവിയുടെ അയൽവാസിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിൽ നിർബന്ധമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു മെയിൻറ്റെയിൻ ദെയർ റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആ അയൽവാസികൾ തമ്മിലുള്ള നല്ല ബന്ധത്തെ നിലനിർത്താൻ ആ ഒരു മതിൽ അവിടെ അത്യാവശ്യമാണ്. ഹി ഓൾവേസ് സേയ്സ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽവാസികളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്.
അതായത് കവിയുടെ അയൽവാസി പറയുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഇൻ ഹിസ് ഒപ്പീനിയൻ ദർ ഷുഡ് ബി എ വാൾ, അതായത് കവിയുടെ അയൽവാസിയുടെ അഭിപ്രായത്തിൽ അവിടെ ഒരു മതിൽ നിർബന്ധമാണ്. ആക്ച്വലി ദ ഐഡിയാസ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ ആർ ഡിഫറെൻറ്റ്. യഥാർത്ഥത്തിൽ കവിയുടെയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ദ പോയറ്റ് ആർഗ്യൂസ് ദാറ്റ് ദർ ഈസ് നോ നീഡ് ഓഫ് എ വാൾ ദെയർ, അവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി വാദിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ നെയ്ബർ ആർഗ്യൂസ് ദർ ഷുഡ് ബി എ വാൾ, അയൽവാസി വാദിക്കുന്നത് അവിടെ ഒരു മതിൽ വേണം എന്നുള്ളതാണ്. ഹി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, അയൽവാസി പറയുന്നത് നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് മെൻറ്റിംഗ് വാൾ എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. Amigo brothers. Amigo is a Spanish word which means friend. അമിഗോ എന്നത് ഒരു സ്പാനിഷ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഫ്രണ്ട്, സുഹൃത്ത് എന്ന മീനിങ് ആണ്. അമിഗോ ബ്രദേഴ്സ് ഇസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ പിരി തോമസ്. പിരി തോമസ് എഴുതിയ ഒരു ചെറു കഥയാണ് അമിഗോ ബ്രദേഴ്സ്. ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. യഥാർത്ഥ സൗഹൃദമാണ് ഈ ഒരു കഥയുടെ ആശയം. അമിഗോ ബ്രദേഴ്സ് ഇസ് എ സ്റ്റോറി ഓഫ് ടു യങ് ഫ്രണ്ട്സ്. രണ്ട് യുവ സുഹൃത്തുക്കളുടെ കഥയാണ് അമിഗോ ബ്രദേഴ്സ്. ആ രണ്ട് സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെഗാസ്. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസുമാണ് ആ രണ്ട് സുഹൃത്തുക്കൾ. ദേ വെർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആൻഡ് ദേ വെർ ലൈക്ക് ബ്രദേഴ്സ്. അവർ രണ്ടുപേരും സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ആക്ച്വലി ദേ വെർ നോട്ട് ബ്രദേഴ്സ് ബട്ട് ദേ വെർ ലൈക്ക് ബ്രദേഴ്സ്. യഥാർത്ഥത്തിൽ അവർ സഹോദരങ്ങളല്ല എങ്കിലും അവർ സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ദേ വെർ ഓൾവേസ് ടുഗെദർ. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ബോത്ത് വെർ 17 years old. അവർ രണ്ടുപേർക്കും അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വെഗാസിനും 17 വയസ്സായിരുന്നു. ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതലേ അവർക്ക് പരസ്പരം അറിയാമായിരുന്നു. ദേ ലിവ്ഡ് ഇൻ ദ സെയിം ബിൽഡിംഗ്. അവർ രണ്ടുപേരും ഒരേ കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ബോത്ത് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെഗാസ് ഹാഡ് ദ സെയിം ഡ്രീം. ഇവർ രണ്ടുപേർക്കും, അതായത് അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വെഗാസിനും ഒരേ സ്വപ്നമായിരുന്നു, ഒരേ ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. Their dream was to become the lightweight champion of the world. ലോക ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആകുക, അതായത് ലോകത്തിലെ ബോക്സിംഗ് ചാമ്പ്യൻ ആകുക എന്നുള്ളതായിരുന്നു അവർ രണ്ടുപേരുടെയും സ്വപ്നം. To achieve their dream, they practiced well. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും നന്നായിട്ട് പരിശീലിച്ചിരുന്നു. They woke up early in the morning and practiced together, sometimes at the boys' club and sometimes at the gym. അവർ അതിരാവിലെ തന്നെ ഉണരുകയും ഒരുമിച്ച് പരിശീലിക്കുകയും ചെയ്തിരുന്നു. ചില സമയങ്ങളിൽ ബോയ്സ് ക്ലബ്ബിൽ വെച്ചും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ജിമ്മിലുമായിരുന്നു അവർ പ്രാക്ടീസ് ചെയ്തിരുന്നത്. They had a collection of fight magazines. ഫൈറ്റ് മാസികകളുടെ ഒരു ശേഖരം തന്നെ അവർക്കുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും വിശദീകരിച്ചിട്ടുള്ളത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസും തമ്മിലുള്ള സാമ്യങ്ങളാണ്. ഇനി നമുക്ക് അവർ തമ്മിലുള്ള, അതായത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിചയപ്പെടാം. ഫിസിക്കലി ദേ വെർ ഡിഫറൻറ്റ്. ശാരീരികമായിട്ട് അവർ വളരെ വ്യത്യസ്തരായിരുന്നു. അതായത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസും ശാരീരികമായിട്ട് വളരെ വ്യത്യസ്തരായിരുന്നു. അവർ തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അന്റോണിയോ ക്രൂസ്, ഹി വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. അന്റോണിയോ സുന്ദരനും, അതായത് വെളുത്തവനും മെലിഞ്ഞവനും അതേസമയം തന്നെ ഉയരമുള്ളവനുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അവൻ്റെ തലമുടി കണ്ണിന് മുകളിലൂടെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു. അതായത് അന്റോണിയോ ക്രൂസ് വെളുത്തവനും സുന്ദരനും മെലിഞ്ഞവനും അതേസമയം തന്നെ നീളമുള്ളവനുമായിരുന്നു. അവൻ്റെ തലമുടി കണ്ണിന് മുകളിലൂടെ തൂങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു. ദെൻ ഫെലിക്സ് വെഗാസ്, ഹി വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഫെലിക്സ് വെഗാസ് ഇരുണ്ട നിറമുള്ളവനും ഉയരം കുറഞ്ഞവനും അതേസമയം തന്നെ തടിയുള്ളവനുമായിരുന്നു. ഹിസ് ഹെയർ വാസ് ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. അവൻ്റെ തലമുടി ഒരു ആഫ്രിക്കൻ ശൈലിയിലായിരുന്നു. അതായത് ഫെലിക്സ് വെഗാസ് ഇരുണ്ട നിറമുള്ളവനും ഉയരം കുറഞ്ഞവനും അതേസമയം തന്നെ തടിച്ചവനുമായിരുന്നു. ദെൻ അവൻ്റെ തലമുടി ഒരു ആഫ്രിക്കൻ ശൈലിയിലായിരുന്നു, അതായത് ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലായിരുന്നു ഫെലിക്സ് വെഗാസിൻ്റെ തലമുടി. ഓക്കെ, ഇത്രയും ഡിഫറൻസുകളാണ്, ഇത്രയും വ്യത്യാസങ്ങളാണ് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെഗാസും തമ്മിലുണ്ടായിരുന്നത്.
ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും തമ്മിലുള്ള സിമിലാരിറ്റീസ്, ചില സാമ്യങ്ങളും ദെൻ ഡിഫറൻസസ്, ചില വ്യത്യാസങ്ങളുമാണ് ഇതുവരെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ബോത്ത് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വുഗാസ് റീച്ച്ഡ് ഇൻ ദ ഫൈനൽ മാച്ച് ഓഫ് എ ബോക്സിംഗ് കോൺടെസ്റ്റ്. ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിൽ എത്തുകയാണ്. The winner of this boxing contest would get a chance to represent in the Golden Gloves Championship tournament. ഈ ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിലെ വിജയിക്ക് മറ്റൊരു ബോക്സിംഗ് ടൂർണമെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഗ്ലൗവ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. But they have to fight each other in the final match to win in the competition. എന്നാൽ ഈ ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഫൈനലിൽ വിജയിക്കാൻ ഇവർ രണ്ടുപേർക്കും, അതായത് അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വുഗാസിനും പരസ്പരം പോരാടേണ്ടതുണ്ട്. അതായത് ഒരു ബോക്സിംഗ് മത്സരത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ള അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും ആ ഒരു മത്സരത്തിലെ ഫൈനലിൽ എത്തുകയാണ്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു ടൂർണമെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഗ്ലൗവ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു ബോക്സിംഗ് മത്സരത്തിൽ വിജയിക്കാനും അതുപോലെ തന്നെ മറ്റൊരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ പരസ്പരം പോരടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ ദേ കുഡ്ന്റ് സ്ലീപ്പ് അറ്റ് നൈറ്റ് ബിക്കോസ് ഓഫ് ദ തോട്ട്സ് അബൌട്ട് ദ ഫൈനൽ കോൺടെസ്റ്റ്. നമുക്കറിയാം, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈനൽ മത്സരത്തെ കുറിച്ചുള്ള ചിന്തകളാൽ അവർക്ക് രണ്ടുപേർക്കും രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. സോ ദേ ഡിസൈഡഡ് നോട്ട് ടു മീറ്റ് ടിൽ ദ ഡേ ഓഫ് ദെയർ കോമ്പറ്റീഷൻ. അങ്ങനെ അവർ തങ്ങളുടെ ഫൈനൽ മത്സരം ദിവസം വരെ പരസ്പരം കാണേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. ഫെലിക്സ് വെന്റ് ടു ഹിസ് ആൻഡ് ലൂസീസ് ഹൗസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് തോട്ട്സ് അബൌട്ട് ഹിസ് ഫ്രണ്ട് അന്റോണിയോ. അങ്ങനെ തൻ്റെ സുഹൃത്തായിട്ടുള്ള അന്റോണിയെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് ആ ഒരു ഫൈനൽ മത്സരം വരെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അവനെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഫെലിക്സ് തൻ്റെ ആൻറ്റി ലൂസിയുടെ വീട്ടിൽ പോവുകയാണ്. വൈൽ അന്റോണിയോ ലിവ്ഡ് ഇൻ ദ സെയിം ബിൽഡിംഗ്. അതേസമയം തന്നെ അന്റോണിയോ അവർ സാധാരണ താമസിക്കാറുള്ള ആ ഒരു കെട്ടിടത്തിൽ താമസിക്കുകയും ചെയ്തു. ദെൻ ദ ഡേ ബിഫോർ ദ ഫൈനൽ മാച്ച് ദ ടു ഫ്രണ്ട്സ് ട്രൈഡ് നോട്ട് ടു റിമെമ്പർ ദ അതേഴ്സ് ഫേസ് ഫ്രം ദെയർ മൈൻഡ്സ്. അങ്ങനെ ആ ഒരു മത്സരത്തിൻ്റെ തലേ ദിവസം ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, തങ്ങളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മുഖം, അതായത് അന്റോണിയോ ക്രൂസ് ഫെലിക്സ് വുഗാസിനെയും ഫെലിക്സ് വുഗാസ് അന്റോണിയോ ക്രൂസിനെയും ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിച്ചു. Then they thought about the punches not to hurt other one. മറ്റുള്ളവനെ വേദനിപ്പിക്കാതെയുള്ള ഇടികളെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്തകൾ. And both Antonio Cruz and Felix Vugas prayed for victory early and quickly without hurting another one. മറ്റവനെ വേദനിപ്പിക്കാതെയുള്ള നേരത്തെയും പെട്ടെന്നുമുള്ള ഒരു വിജയത്തിനായിട്ട് ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, പ്രാർത്ഥിക്കുകയും ചെയ്തു. Then on the day of their contest both reached on the boxing ring and began to fight. അങ്ങനെ അവരുടെ മത്സരത്തിൻ്റെ ആ ഒരു ദിവസം ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, ബോക്സിംഗ് റിങ്ങിൽ എത്തുകയും പോരാടാൻ തുടങ്ങുകയും ചെയ്തു. ഈച്ച് വാസ് ട്രൈങ് ടു വിൻ ക്വിക്ലി. ഇവർ രണ്ടുപേരും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, പെട്ടെന്നുള്ള വിജയത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. And at the time of their fight both the friends fought very strongly and no one could win in the first 2 rounds. അങ്ങനെ അവരുടെ മത്സര സമയത്ത് ഇവർ രണ്ട് സുഹൃത്തുക്കളും, അന്റോണിയോ ക്രൂസും ഫെലിക്സ് വുഗാസും, വളരെ ശക്തമായിട്ട് തന്നെ പോരാടുകയാണ്. ആദ്യ 2 റൗണ്ടുകളിലും ആർക്കും വിജയിക്കാൻ സാധിച്ചില്ല. ആൻഡ് there were 3 rounds in the match. ആ ഒരു മത്സരത്തിൽ ആകെ 3 റൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. In the first 2 rounds Felix began the attack. മത്സരത്തിലെ ആദ്യ 2 റൗണ്ടുകളിൽ ഫെലിക്സ് ആയിരുന്നു അവരുടെ ആക്രമണം തുടങ്ങിയത്. In the last round, Antonio started the attack. എന്നാൽ മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ അന്റോണിയോ ആയിരുന്നു അവൻ്റെ ആക്രമണം തുടങ്ങിയത്. അതായത് ഈ ഒരു 3 റൗണ്ടുകളിൽ ആദ്യ 2 റൗണ്ടിൽ ഫെലിക്സ് ആയിരുന്നു മത്സരം തുടങ്ങിയത്. അതേസമയം തന്നെ 3-ാം റൗണ്ടിൽ മത്സരം തുടങ്ങിയത് അന്റോണിയോയുമായിരുന്നു. ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഫൈറ്റ് ഇൻ ദ 3 rounds. 3 റൗണ്ടുകളിലും, മത്സരത്തിൻ്റെ 3 റൗണ്ടുകളിലും ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും കടുപ്പമേറിയ പോരാട്ടമായിരുന്നു. The audience was frightened because of the power of their punches and fight. അവരുടെ പോരാട്ടത്തിൻ്റെയും അവരുടെ പഞ്ചുകളുടെയും ശക്തി കാരണം ആ ഒരു മത്സരം കാണാൻ വന്നിരുന്ന ഓഡിയൻസ് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. ബട്ട് ആഫ്റ്റർ ദ ഫൈനൽ റൗണ്ട്, ബിഫോർ അനൗൺസിങ് ദ വിന്നർ, ബോത്ത് ഓഫ് ദം ഹാവ് ലെഫ്റ്റ് ദ റിംഗ്.
എന്നാൽ അതായത് അവരുടെ ബോക്സിംഗ് മത്സരം വളരെ കടുപ്പമേറിയതായിരുന്നു എങ്കിലും മൂന്നാം റൗണ്ടിന് ശേഷം അതായത് ഫൈനൽ റൗണ്ടിന് ശേഷം വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഇവർ രണ്ടുപേരും അന്റോണിയോ ക്രൂസും ഫെലിക്സ് വികാസും ഇവർ രണ്ടുപേരും ആ ഒരു ബോക്സിംഗ് റിംഗ് വിട്ട് പോയിരുന്നു. അതായത് when the announcer was ready to announce the winner, he found he was alone on the ring. The fighters have already left the ring together. അതായത് മത്സരശേഷം വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് അനൗൺസർ റിങ്ങിൽ തയ്യാറായ സമയത്ത് അദ്ദേഹം ആ ഒരു റിങ്ങിൽ തനിച്ചായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും അന്റോണിയോ ക്രൂസും ഫെലിക്സ് വികാസും ആ ഒരു പോരാളികൾ ഇതിനകം തന്നെ ആ ഒരു റിങ് വിട്ടുപോയിരുന്നു. ഇറ്റ് ഷോസ് ബോത്ത് ഓഫ് ദം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇത് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വികാസും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സൗഹൃദത്തിനാണ് എന്നതാണ്. അതായത് ദേ ഡോണ്ട് വാണ്ട് ടു ബീറ്റ് അനദർ വൺ. പരസ്പരം തോൽപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഫ്രണ്ട്ഷിപ്പ് ദാൻ എനി വിക്ടറി. ഏതൊരു വിജയത്തെക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സൗഹൃദത്തിനായിരുന്നു. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് അമീഗോ ബ്രദേഴ്സ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത് യഥാർത്ഥ സൗഹൃദമാണ്. ഇനി നമുക്ക് രണ്ടാം യൂണിറ്റിലെ മൂന്നാം ചാപ്റ്ററായ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ അവർ ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മണിക്കൂർ. ദ അവർ ഓഫ് ട്രൂത്ത് ഈസ് എ വൺ ആക്ട് പ്ലേ റിട്ടൺ ബൈ പെർസിവൽ വൈൽഡ് എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് ദ അവർ ഓഫ് ട്രൂത്ത്. ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേ ആർ റോബർട്ട് ബോൾഡ്വിൻ, മാർത്ത, ജോൺ, ഇവി, മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണ് റോബർട്ട് ബോൾഡ്വിൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മാർത്ത, ദെൻ അദ്ദേഹത്തിൻ്റെ മകനായ ജോൺ, അദ്ദേഹത്തിൻ്റെ മകളായ ഇവി, ദെൻ മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്, അതായത് ഒരു ഫീമെയിൽ സെർവൻറ്റ്, ഒരു വീട്ടുജോലിക്കാരി. ഇത്രയും ആളുകളാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ. റോബർട്ട് ബോൾഡ്വിൻ ഈസ് എ ഹീറോ ഇൻ ദിസ് പ്ലേ. ഈ ഒരു നാടകത്തിലെ നായകനാണ് റോബർട്ട് ബോൾഡ്വിൻ. ഹി ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ. അദ്ദേഹമാണ് ഈ ഒരു നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം. ഹി ഈസ് എൻ ഓണസ്റ്റ് മാൻ. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ദ പ്ലേ ടെൽസ് ഹൗ ബോൾഡ്വിൻ സ്ട്രഗിൾസ് ടു കീപ് ഹിസ് ട്രൂത്ത്ഫുൾ വേസ് ഓഫ് ലൈഫ്. ബോൾഡ്വിൻ തൻ്റെ സത്യസന്ധമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഈ ഒരു നാടകം നമ്മോട് പറയുന്നുണ്ട്. ഹി ഓൾസോ പ്രൂവ്സ് ദാറ്റ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. അവസാനം സത്യം വിജയിക്കുമെന്നും അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ പ്ലേ ടേക്സ് പ്ലേസ് അറ്റ് ബോൾഡ്വിൻസ് ഹൗസ്. റോബർട്ട് ബോൾഡ്വിൻ്റെ വീട്ടിലാണ് ഈ ഒരു നാടകം നടക്കുന്നത്. റോബർട്ട് ബോൾഡ്വിൻ ലിവ്സ് ഇൻ എ ലിറ്റിൽ കോട്ടേജ് വിത്ത് ഹിസ് ഫാമിലി. റോബർട്ട് ബോൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചെറിയ കുടിലിലാണ് താമസിക്കുന്നത്. ഹിസ് ഫാമിലി ഇൻക്ലൂഡ്സ് ഹിസ് വൈഫ് മാർത്ത, ഹിസ് സൺ ജോൺ ആൻഡ് ഹിസ് ഡോട്ടർ ഇവി. ഈ ഒരു നാടകത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർത്ത, അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള എവി എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ റോബർട്ട് ബോൾഡ്വിൻ്റെ കുടുംബാംഗങ്ങൾ. ബോൾഡ്വിൻ വർക്ക്സ് ഇൻ എ ബാങ്ക് ആസ് എ സെക്രട്ടറി. റോബർട്ട് ബോൾഡ്വിൻ ഒരു ബാങ്കിൽ ഒരു സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ദ ഓണർ ഓഫ് ദ ബാങ്ക് ഈസ് ഹിസ് ഫ്രണ്ട് ഗ്രേഷാം. ആ ഒരു ബാങ്കിൻ്റെ ഉടമസ്ഥൻ റോബർട്ട് ബോൾഡ്വിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷമാണ്. ദേ വേർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും, അതായത് റോബർട്ട് ബോൾഡ്വിനും ഗ്രേഷമും കുട്ടിക്കാലത്തെയുള്ള സുഹൃത്തുക്കളായിരുന്നു. റോബർട്ട് ബോൾഡ്വിൻ ഗെറ്റ്സ് ഓൺലി $60 എ വീക്ക്. റോബർട്ട് ബോൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന്, അതായത് ബാങ്കിലെ സെക്രട്ടറി എന്ന ആ ഒരു ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആഴ്ചയിൽ $60. വിത്ത് ദിസ് ലിമിറ്റഡ് ഇൻകം ഹി ലിവ്സ് ഹാപ്പിലി. ഈ ഒരു പരിമിതമായ വരുമാനം കൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ജീവിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ്. എന്നാൽ നിർഭാഗ്യവശാൽ റോബർട്ട് ബോൾഡ്വിൻ ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യുന്നു, അടക്കപ്പെടുന്നു. ബിക്കോസ് ഗ്രേഷം ഹാഡ് മിസ്യൂസ്ഡ് ദ ഡെപ്പോസിറ്റേഴ്സ് മണി ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. ഈ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യാനുള്ള, അടക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു ബാങ്കിലെ ഓണറായിരുന്ന ഗ്രേഷം ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം മിസ്യൂസ് ചെയ്യുകയും, അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം ദുരുപയോഗം ചെയ്യുകയും അത് കാരണമായിട്ട് പോലീസ് ഗ്രേഷത്തിന് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യുന്നത്. ആൻഡ് റോബർട്ട് ബോൾഡ്വിൻ ലൂസസ് ഹിസ് ജോബ്. ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന റോബർട്ട് ബോൾഡ്വിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. ആൻഡ് റോബർട്ട് ബോൾഡ്വിൻ വാസ് ദ ഓൺലി വിറ്റ്നസ് ഇൻ ദ ക്രൈം ഡൺ ബൈ ഗ്രേഷം.
ഗ്രേഷം ചെയ്ത ആ ഒരു നിയമലംഘനത്തിനെതിരെയുള്ള ഏക സാക്ഷി റോബർട്ട് ബാൾവിനായിരുന്നു. അതായത് ഗ്രേഷം ചെയ്ത ആ ഒരു കുറ്റം, ആ ഒരു ക്രൈം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഗ്രേഷത്തിൻ്റെ ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം അദ്ദേഹം മിസ്യൂസ് ചെയ്യുകയുണ്ടായി. അതായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ്. ദെൻ ഈ ഒരു തെറ്റിന് ഏക സാക്ഷി ഗ്രേഷത്തിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ആ ഒരു ബാങ്കിലെ സെക്രട്ടറിയുമായിട്ടുള്ള റോബർട്ട് ബാൾവിനായിരുന്നു. ഗ്രേഷം ചെയ്ത ആ ഒരു തെറ്റിൻ്റെ, ആ ഒരു കുറ്റത്തിൻ്റെ ഏക സാക്ഷി. Then, if Robert Baldwin tells the truth in the court while questioning him, Gresham has to go to jail. റോബർട്ട് ബാൾഡ്വിനോട് കോടതിയിൽ വെച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് റോബർട്ട് ബാൾഡ്വിൻ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗ്രേഷത്തിന് ജയിലിൽ പോകേണ്ടി വരും. So, Gresham calls Baldwin and offers him a huge amount to save him from jail. അതുകൊണ്ട് തന്നെ ഗ്രേഷം റോബർട്ട് ബാൾഡ്വിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന്, അതായത് റോബർട്ട് ബാൾഡ്വിന് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു വലിയ എമൗണ്ട് ഓഫർ ചെയ്യുന്നത്? ഗ്രേഷത്തിന് ജയിലിൽ നിന്ന് രക്ഷിക്കാൻ. ഗ്രേഷം ടെൽസ് ബാൾഡ്വിൻ ടു സേ ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദ കോർട്ട് ആസ്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. കോടതിയിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാനാണ് ഗ്രേഷം റോബർട്ട് ബാൾഡ്വിനോട് പറയുന്നത്. കോടതിയിൽ ഈ ഒരു കാര്യം പറയാൻ, അതായത് ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയാനും വേണ്ടിയാണ് ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യുന്നത്. ഗ്രേഷം ഓഫേഴ്സ് ബാൾഡ്വിൻ $100,000 ടു സേവ് ഹിം ഫ്രം ജയിൽ. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് ഓഫർ ചെയ്യുന്നത് $100,000, $100,000 ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് ഓഫർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഗ്രേഷം ഇത്രയും വലിയ എമൗണ്ട് ഓഫർ ചെയ്യുന്നത്? ഗ്രേഷത്തിന് ജയിലിൽ നിന്ന് രക്ഷിക്കാൻ. ബട്ട് ബാൾഡ്വിൻ ഡസൻറ്റ് റിസീവ് ദ മണി. എന്നാൽ ആ ഒരു വലിയ എമൗണ്ട്, അതായത് ഗ്രേഷം ഓഫർ ചെയ്ത ആ ഒരു $100,000 എന്ന വലിയ എമൗണ്ട് റോബർട്ട് ബാൾഡ്വിൻ സ്വീകരിക്കുന്നില്ല. ഹി റിജക്ട്സ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രേഷം. ഗ്രേഷം ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രൈബ്, അതായത് കൈക്കൂലി, റോബർട്ട് ബാൾഡ്വിൻ റിജക്റ്റ് ചെയ്യുന്നു, നിരസിക്കുന്നു. ദെൻ ഫസ്റ്റ് റോബർട്ട് ബാൾഡ്വിൻസ് ഫാമിലി സപ്പോർട്ട്സ് ഹിസ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് സ്റ്റാൻഡ് വിത്ത് ബാൾഡ്വിൻ. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ റോബർട്ട് ബാൾഡ്വിൻ്റെ ഫാമിലി, റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ റോബർട്ട് ബാൾഡ്വിൻ്റെ സത്യസന്ധതയെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. But they changed their mind when they knew the bribe money offered by Gresham. എന്നാൽ ഗ്രേഷം ഓഫർ ചെയ്ത ആ ഒരു ബ്രൈബ് മണി, കൈക്കൂലി പണം കേട്ട സമയത്ത്, അതായത് $100,000 എന്ന ആ ഒരു വലിയ എമൗണ്ട് ഗ്രേഷം ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം അവരുടെ മനസ്സൊക്കെ മാറ്റുന്നുണ്ട്. Then Baldwin's family forces him to accept that bribe money and they support Gresham. അങ്ങനെ ആ ഒരു ബ്രൈബ് മണി, ആ ഒരു കൈക്കൂലി പണം കേട്ട സമയത്ത് റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം, അതായത് മാർത്ത, ഇവി, ജോൺ എന്നിവരായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം എല്ലാവരും റോബർട്ട് ബാൾഡ്വിനോട് ആ ഒരു ബ്രൈബ് മണി, കൈക്കൂലി പണം സ്വീകരിക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഗ്രേഷത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബട്ട് റോബർട്ട് ബാൾഡ്വിൻ വാസ് നോട്ട് റെഡി ടു ചേഞ്ച് ഹിസ് മൈൻഡ്. എന്നാൽ റോബർട്ട് ബാൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു മനസ്സ് മാറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബിക്കോസ് റോബർട്ട് ബാൾഡ്വിൻ ഈസ് ഓണസ്റ്റ് ആൻഡ് സ്റ്റുഡ് ഫോർ ജസ്റ്റിസ്. അദ്ദേഹം സത്യസന്ധനായിരുന്നു, ജസ്റ്റിസിൻ്റെ കൂടെ, ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു റോബർട്ട് ബാൾഡ്വിൻ. ഹി വാസ് നോട്ട് റെഡി ടു ടെൽ ലൈ ഇൻ ദ കോർട്ട്. കോടതിയിൽ കളവ് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബിക്കോസ് ബാൾഡ്വിൻ വാസ് എൻ ഓണസ്റ്റ് മാൻ. കാരണം റോബർട്ട് ബാൾഡ്വിൻ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. Then at the end of the play, Mr. Marshall, the president of the Third National Bank, comes to Baldwin's house. അങ്ങനെ ഈ ഒരു നാടകത്തിൻ്റെ അവസാനത്തിൽ തേർഡ് നാഷണൽ എന്ന ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ മാർഷൽ റോബർട്ട് ബാൾഡ്വിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആൻഡ് മിസ്റ്റർ മാർഷൽ ഓഫേഴ്സ് ബാൾഡ്വിൻ എ ജോബ് ഇൻ തേർഡ് നാഷണൽ ബാങ്ക്. അങ്ങനെ റോബർട്ട് ബാൾഡ്വിന് തേർഡ് നാഷണൽ ബാങ്കിൽ മിസ്റ്റർ മാർഷൽ ഒരു ജോലി ഓഫർ ചെയ്യുന്നു. അതായത് ബാൾഡ്വിൻ റിസീവ്സ് എ ജോബ് ഓഫർ ഫ്രം മാർഷൽ ഇൻ തേർഡ് നാഷണൽ ബാങ്ക്. തേർഡ് നാഷണൽ എന്ന ആ ഒരു ബാങ്കിൽ റോബർട്ട് ബാൾഡ്വിന് ഒരു ജോലി മിസ്റ്റർ മാർഷൽ ഓഫർ ചെയ്യുന്നു. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ജീവിതത്തിനുള്ള ഒരു റിവാർഡ്, ഒരു പ്രതിഫലമായിരുന്നു ആ ഒരു ജോലി. ദ പ്ലേ പ്രൂവ്സ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. സത്യം അവസാനം വിജയിക്കുമെന്ന് ഈ ഒരു നാടകം തെളിയിക്കുന്നുണ്ട്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.
ഓക്കെ, ഇനി നമുക്ക് മൂന്നാം യൂണിറ്റിലെ ഒന്നാം ചാപ്റ്ററായ എ ത്രീ വീൽ റെവല്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാം. എ ത്രീ വീൽ റെവല്യൂഷൻ, മുച്ചക്രത്തിലെ വിപ്ലവം. എ ത്രീ വീൽ റെവല്യൂഷൻ ഈസ് എൻ ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം. ഇർഫാൻ ആലവുമായി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് എ ത്രീ വീൽ റെവല്യൂഷൻ. ഇർഫാൻ ആലം ഈസ് എ ഫേമസ് സോഷ്യൽ ഓണ്ടർപ്രണർ. ഇർഫാൻ ആലം പ്രശസ്തനായിട്ടുള്ള ഒരു സാമൂഹിക സംരംഭകനാണ്. He founded an organization called Samman Foundation to empower the rickshaw pullers. റിക്ഷ പുള്ളേഴ്സ്, അതായത് റിക്ഷ വലിക്കുന്ന ആളുകളെ ശക്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഇർഫാൻ ആലം തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് സമ്മാൻ ഫൗണ്ടേഷൻ. ഇൻ ദിസ് ഇൻ്റർവ്യൂ ഹി ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹൗ ഹി ബിക്കെയിം എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. എങ്ങനെയാണ് അദ്ദേഹം, അതായത് എങ്ങനെയാണ് ഇർഫാൻ ആലം സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയിച്ച ഒരു ഓണ്ടർപ്രണർ, ഒരു സംരംഭകനായത് എന്നതാണ് ഇർഫാൻ ആലം ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ, ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നത്. ഇർഫാൻ ആലം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ, ഒരു സംരംഭകനായി മാറിയതിനെക്കുറിച്ച് ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇർഫാൻ ആലം വൺസ് ഹാപ്പൻ ടു ട്രാവൽ ഇൻ എ റിക്ഷ വെയർ ഹി ഫെൽറ്റ് തേഴ്സ്റ്റി. ഒരിക്കൽ ഇർഫാൻ ആലം റിക്ഷയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ദാഹം തോന്നുകയാണ്. ഹി ആസ്ക്ഡ് ദ റിക്ഷ പുള്ളർ ഇഫ് ഹി ഹാഡ് എനി വാട്ടർ ബോട്ടിൽസ്. അങ്ങനെ അദ്ദേഹം റിക്ഷ വലിക്കുന്ന ആളോട് വാട്ടർ ബോട്ടിൽസ്, വെള്ളം ചോദിക്കുകയാണ്. ആൻഡ് ഹി കുഡ് നോട്ട് ഗെറ്റ് വാട്ടർ ബിക്കോസ് ദ റിക്ഷ ഡ്രൈവർ സെഡ് ഹി ഡിഡ് നോട്ട് ഹാവ് മണി ടു ബൈ ആൻഡ് സ്റ്റോക്ക് വാട്ടർ ബോട്ടിൽസ്. അങ്ങനെ റിക്ഷ പുള്ളറോട് വെള്ളം ചോദിച്ച സമയത്ത് ഇർഫാൻ ആലത്തിന് വെള്ളം കിട്ടുന്നില്ല. ഇർഫാൻ ആലത്തിനോട് ആ ഒരു റിക്ഷാ പുള്ളർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളം വാങ്ങാനോ അതുപോലെ തന്നെ അത് സൂക്ഷിക്കാനോ ഉള്ള പണം ഇല്ല എന്നാണ് ഇർഫാൻ ആലത്തോട് ആ ഒരു റിക്ഷാ പുള്ളർ, റിക്ഷ വലിക്കുന്ന ആൾ അദ്ദേഹത്തോട് പറയുന്നത്. സൂൺ എ ബിസിനസ് ഐഡിയ ക്ലിക്ക്ഡ് ഇർഫാൻസ് മൈൻഡ് ടു സെൽ വാട്ടർ ബോട്ടിൽസ് ഇൻ ദ റിക്ഷാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റിക്ഷാ പുള്ളേഴ്സ്. ഉടനെ തന്നെ റിക്ഷകളിൽ വെള്ളം വിൽക്കാനുള്ള ഒരു ബിസിനസ് ഐഡിയ ഇർഫാൻ ആലത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. അതായത് റിക്ഷ വലിക്കുന്ന ആളുകളുടെ സഹായത്തോടുകൂടെ റിക്ഷകളിൽ വാട്ടർ ബോട്ടിൽസ് വിൽക്കാം എന്ന ഒരു ബിസിനസ് ഐഡിയ ഇർഫാൻ ആലത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ആൻഡ് ഹി ഓൾസോ അണ്ടർസ്റ്റുഡ് ദ പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സ്, അതായത് റിക്ഷ വലിക്കുന്ന ആളുകളുടെ വളരെ പരിതാപകരമായിട്ടുള്ള ജീവിതാവസ്ഥയും ഇർഫാൻ ആലം മനസ്സിലാക്കി. സോ ഹി ഡിസൈഡഡ് ടു ക്രിയേറ്റ് എൻ ഏജൻസി ടു എംപവർ ദ റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സിനെ, റിക്ഷ വലിക്കുന്ന ആളുകളെ ശക്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി തുടങ്ങാനും ഇർഫാൻ ആലം തീരുമാനിച്ചു. ഹി നെയിംഡ് ദിസ് ഏജൻസി ആസ് സമ്മാൻ ഫൗണ്ടേഷൻ. അങ്ങനെ റിക്ഷ വലിക്കുന്ന ആളുകളെ ശക്തരാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങുകയും ആ ഒരു സ്ഥാപനത്തിന് അദ്ദേഹം സമ്മാൻ ഫൗണ്ടേഷൻ എന്ന പേരിടുകയും ചെയ്തു. സമ്മാൻ ഫൗണ്ടേഷൻ ഹെൽപ് ദ റിക്ഷ പുള്ളേഴ്സ് ടു ഗെറ്റ് എ ലോൺ ഫ്രം ദ ബാങ്ക്സ് ടു ബൈ ന്യൂ റിക്ഷാസ്. പുതിയ റിക്ഷകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ലോൺ ലഭിക്കാൻ, ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കാൻ റിക്ഷ പുള്ളേഴ്സിനെ സമ്മാൻ ഫൗണ്ടേഷൻ സഹായിച്ചു. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ബാങ്ക് ലോൺ ആസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ദ റിക്ഷ പുള്ളേഴ്സ് ബിക്കെയിം ദ ഓണേഴ്സ് ഓഫ് ദ റിക്ഷാസ്. ഇങ്ങനെ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ലോണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അവർ ഉപയോഗിക്കുന്ന റിക്ഷകൾ അവരുടെ സ്വന്തമാവുകയും ചെയ്യുന്നു. Now the rickshaw pullers feel empowered because now they are using their own rickshaws. ഇപ്പോൾ റിക്ഷ വലിക്കുന്ന റിക്ഷാ പുള്ളേഴ്സിന് ഒരു ശാക്തീകരിക്കപ്പെട്ട ഒരു ഫീലിംഗ് തോന്നുകയാണ്. കാരണം ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് അവരുടെ സ്വന്തം റിക്ഷകളാണ്. പ്രീവിയസ്ലി they were using rickshaws by paying rent. ഇതിനു മുമ്പേ അവർ റിക്ഷകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് റെൻറ്റ് കൊടുത്ത്, വാടക കൊടുത്തായിട്ടായിരുന്നു അവരുടെ റിക്ഷകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മറ്റുള്ളവരുടെ റിക്ഷകൾ വാടക എടുത്തുകൊണ്ടായിരുന്നു ഇതിനു മുമ്പേ റിക്ഷാ പുള്ളേഴ്സ് റിക്ഷകൾ ഉപയോഗിച്ചിരുന്നത്. Then there are also other programs to increase the revenue of the rickshaw pullers under Samman Foundation. റിക്ഷ പുള്ളേഴ്സിനെ, അതായത് റിക്ഷ വലിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു ചില പദ്ധതികളും സമ്മാൻ ഫൗണ്ടേഷന് കീഴിലുണ്ട്. സമ്മാൻ റിക്ഷാസ് ആർ ഡിസൈൻ ഇൻ എ സച്ച് എ വേ ദേ ഹാവ് എ പ്ലെൻറ്റി ഓഫ് സ്പേസ് ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്. പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ ധാരാളം സ്പേസ് ഉള്ള വിധത്തിലാണ് സമ്മാൻ റിക്ഷകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ദെൻ ദ റിക്ഷ പുള്ളേഴ്സ് ക്യാൻ ഓൾസോ സെൽ വേരിയസ് പ്രോഡക്ട്സ് ഇൻ ദെയർ റിക്ഷാസ് like water bottles, fruit juice, biscuits, newspapers, cell phone, mobile cards, etc. to the passengers. റിക്ഷ പുള്ളേഴ്സിന് അവരുടെ റിക്ഷകളിൽ വാട്ടർ ബോട്ടിലുകൾ, ഫ്രൂട്ട് ജ്യൂസ്, ബിസ്ക്കറ്റ്, ന്യൂസ് പേപ്പേഴ്സ്,
സെൽഫോൺ, മൊബൈൽ കാർഡ്സ് തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ യാത്രക്കാർക്ക് വിൽക്കാനുമുള്ള അവസരം ഉണ്ടായിരുന്നു. ഇറ്റ് ഓൾസോ ഇൻക്രീസ് ദ ഓവറോൾ റവന്യൂ ഓഫ് ദ റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സിൻ്റെ മൊത്തത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും ഇത് കാരണമായി. സമ്മാൻ ഓൾസോ കണ്ടക്റ്റഡ് ഫ്രീ ഈവനിംഗ് ക്ലാസ്സസ് ഫോർ ദ ചിൽഡ്രൻ ആൻഡ് വൈഫ്സ് ഓഫ് റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സിൻ്റെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഭാര്യമാർക്കും സൗജന്യമായിട്ടുള്ള വൈകുന്നേര ക്ലാസ്സുകളും സമ്മാൻ ഫൗണ്ടേഷൻ നടത്തിയിരുന്നു. Then, with the help of Samman Foundation, the rickshaw pullers use their own rickshaws and they increase their revenue. അങ്ങനെ സമ്മാൻ ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടെ റിക്ഷ വലിക്കുന്ന ആളുകൾ, റിക്ഷ പുള്ളേഴ്സ് സ്വന്തം റിക്ഷകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. സമ്മാൻ ഫൗണ്ടേഷൻ എംപവേർഡ് ദ റിക്ഷ പുള്ളേഴ്സ്. സമ്മാൻ ഫൗണ്ടേഷൻ റിക്ഷ പുള്ളേഴ്സിനെ ശക്തരാക്കി. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് എ ത്രീ വീൽ റവല്യൂഷൻ എന്ന അഭിമുഖത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ഇർഫാൻ ആലം അഡ്വൈസസ് ദി സ്റ്റുഡൻസ് ടു ടേക്ക് അപ്പ് ഓണ്ടർപ്രണർഷിപ്പ് ആസ് എ കരിയർ. സംരംഭകത്വം ഒരു കരിയറായിട്ട് സ്വീകരിക്കാനും ഇർഫാൻ ആലം വിദ്യാർത്ഥികളെ ഉപദേശിക്കുന്നുണ്ട്. ദീദി. ദീദി ഈസ് എൻ ഹിന്ദി വേർഡ് വിച്ച് മീൻസ് എൽഡർ സിസ്റ്റർ. ദീദി എന്നത് ഒരു ഹിന്ദി വേർഡാണ്. അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് മൂത്ത സഹോദരി എന്നുള്ളതാണ്. അതായത് മലയാളത്തിൽ നാം മൂത്ത സഹോദരി എന്നതിന് പറയാറുള്ള ചേച്ചി എന്ന വേർഡിന് തുല്യമായിട്ടുള്ള ഹിന്ദി വേർഡാണ് ദീദി എന്നത്. ദീദി ഈസ് ദ പേഴ്സണൽ സ്റ്റോറി ഓഫ് ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുടെ ഒരു പേഴ്സണൽ കഥയാണ് ദീദി എന്നത്. ആരാണ് ഷഹീൻ മിസ്ത്രി എന്ന് പരിചയപ്പെടാം. ഷഹീൻ മിസ്ത്രി ഈസ് എൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഷഹീൻ മിസ്ത്രി ഒരു ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകയും വിദ്യാഭ്യാസ പ്രവർത്തകയുമാണ്. ദെൻ ഷീ ഈസ് ദ CEO ഓഫ് ദ ടീച്ച് ഫോർ ഇന്ത്യ പ്രൊജക്റ്റ്. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ടീച്ച് ഫോർ ഇന്ത്യ എന്ന പ്രൊജക്റ്റിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഷഹീൻ മിസ്ത്രി. ആൻഡ് ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ. ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപക കൂടെയാണ് ഷഹീൻ മിസ്ത്രി. ആകാംക്ഷ എന്താണെന്ന് നോക്കാം. ആകാംക്ഷ ഈസ് എ സ്കൂൾ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ഫോർ പുവർ ചിൽഡ്രൻ. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്കൂൾ സംവിധാനമാണ് ആകാംക്ഷ. ഈ ഒരു ആകാംക്ഷ എന്ന ഫൗണ്ടേഷൻ്റെ സ്ഥാപക കൂടെയാണ് ഷഹീൻ മിസ്ത്രി. ദെൻ ദീദി ഈസ് ദ ട്രൂ സ്റ്റോറി ഓഫ് ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുടെ യഥാർത്ഥ കഥയാണ് ദിദി എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ വിശദീകരിക്കുന്നത്. ദ സ്റ്റോറി ഈസ് നരേറ്റഡ് ബൈ ഹർ. ഷഹീൻ മിസ്ത്രിയുടെ കഥ വിവരിക്കുന്നത് അവർ തന്നെയാണ്. അതായത് ഷഹീൻ മിസ്ത്രി തന്നെയാണ് ഷഹീൻ മിസ്ത്രിയുടെ കഥ വിവരിക്കുന്നത്. ഇറ്റ് ടെൽസ് അബൌട്ട് ഹർ ചൈൽഡ്ഹുഡ്, വാട്ട് പ്രോംപ്റ്റഡ് ഹർ ടു സ്റ്റാർട്ട് എ ന്യൂ മിഷൻ, ഹൗ ഷി വാസ് ഇൻസ്പയർഡ് ആൻഡ് വാട്ട് ഇനീഷ്യേറ്റീവ്സ് ഷി ഹാസ് ടേക്കൺ. ദീദി എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ ഷഹീൻ മിസ്ത്രി വിവരിക്കുന്നത് അവളുടെ, അതായത് ഷഹീൻ മിസ്ത്രിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഒരു പുതിയ ദൗത്യം, അതായത് ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ അവളെ പ്രേരിപ്പിച്ചതെന്താണ് എന്നുള്ളതും അവർ മുൻകൈയെടുത്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു ദൗത്യം, ഒരു സംരംഭത്തെക്കുറിച്ചുമാണ് ഷഹീൻ മിസ്ത്രി ഈ ഒരു ചാപ്റ്ററിലൂടെ വിശദീകരിക്കുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ദീദി എന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഷഹീൻ മിസ്ത്രീസ് ചൈൽഡ്ഹുഡ് വാസ് എ പ്ലസന്റ് വൺ അണ്ടിൽ ഷീ വിസിറ്റഡ് എൻ ഓർഫനേജ്. ഒരു അനാഥാലയം സന്ദർശിക്കുന്നതുവരെ ഷഹീൻ മിസ്ത്രി അവളുടെ കുട്ടിക്കാലത്ത് വളരെ സന്തോഷവതിയായിരുന്നു. ഷീ യൂസ് ടു വിസിറ്റ് ഓർഫനേജസ് ആൻഡ് സ്കൂൾ ഓഫ് ബ്ലൈൻഡ് ഡ്യൂറിങ് ഹെർ ചൈൽഡ്ഹുഡ്. അവളുടെ കുട്ടിക്കാലത്ത് ഷഹീൻ മിസ്ത്രി അനാഥാലയങ്ങളും അന്ധവിദ്യാലയങ്ങളും സന്ദർശിക്കാറുണ്ടായിരുന്നു. ദെൻ when she was in India to spend her summer vacation, she found the great sense of inequity that existed in different people's lives. അവളുടെ വേനൽ അവധിക്കാലം ചെലവഴിക്കാൻ അവൾ ഇന്ത്യയിലായിരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന വലിയ അസമത്വബോധം അവൾ കണ്ടെത്തുകയാണ്. അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചില അസമത്വങ്ങൾ അവൾ കാണുകയാണ്. അതായത് there were poor children begging on the road. റോഡിൽ ഭിക്ഷ യാചിക്കുന്ന പാവപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു. There were piles of wasted food as well as poverty. പായാക്കി കളയുന്ന ഭക്ഷണത്തിൻ്റെ കൂമ്പാരങ്ങളും അതേസമയത്ത് തന്നെ ദാരിദ്ര്യവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സ്ലംസ് ഓഫ് മുംബൈ ആൻഡ് വെരി ബിഗ് ബിൽഡിങ്സ് വെർ സീൻ ബൈ ഹർ. അതുപോലെ തന്നെ മുംബൈയിലെ ചേരി പ്രദേശങ്ങളും അതിൻ്റെ സമീപത്തായിട്ട് വലിയ കെട്ടിടങ്ങളും അവർ കണ്ടു. ഹെർ ഒക്കേഷണൽ വിസിറ്റ്സ് ടു മുംബൈ ഫെമിലിയറൈസ്ഡ് ഹെർ വിത്ത് ദ ലൈഫ് ഓഫ് പുവർ ചിൽഡ്രൻ ഹു ഹാഡ് ടു ബെഗ് ടു മേക്ക് ലിവിങ്. ഇടയ്ക്കിടെയുള്ള ഷഹീൻ മിസ്ത്രിയുടെ മുംബൈ സന്ദർശന സമയങ്ങളിൽ
ജീവിക്കാൻ വേണ്ടി യാചിക്കുന്ന കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ ഷഹീൻ മിസ്ത്രി കാണുകയാണ്. വൺ ഡേ ഹർ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. അങ്ങനെ ഒരു ദിവസം അവളുടെ ടാക്സി ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയാണ്. ദാറ്റ് ടൈം 3 children ran up to her. ആ ഒരു സമയത്ത് അവളുടെ ടാക്സി ആ ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് 3 കുട്ടികൾ അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. They were begging and smiling. ആ 3 കുട്ടികളും, ആ 3 പാവപ്പെട്ട കുട്ടികളും ചിരിച്ചുകൊണ്ട് യാചിക്കുകയായിരുന്നു. At this point, ഷഹീൻ മിസ്ത്രി felt that she can do something to improve their lives. ഇങ്ങനെ വേദനയേറിയ ഒരു അനുഭവം ഷഹീൻ മിസ്ത്രിക്കുണ്ടായ സമയത്ത് ഷഹീൻ മിസ്ത്രിക്ക് തോന്നുകയാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്നുള്ളത്. ഷീ ഡിസൈഡഡ് ടു ടേക്ക് എ ബോൾഡ് സ്റ്റെപ്പ് ടു ലിവ് ഇൻ ഇന്ത്യ ആൻഡ് ഡു സംതിങ് ഫോർ പുവർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ. അങ്ങനെ ഇന്ത്യയിൽ താമസിക്കാനും ഇന്ത്യയിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതുമായിട്ടുള്ള ധീരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് നടത്താൻ ഷഹീൻ മിസ്ത്രി തീരുമാനിക്കുന്നു. ഷീ വാണ്ടഡ് ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് പുവർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചു. വെൻ ഷീ എക്സ്പ്രസ്ഡ് ഹെർ ഡിസയർ ടു ഹെർ പാരൻസ്, ദേ അഗ്രീഡ് ഓൺ 2 കണ്ടീഷൻസ്. അങ്ങനെ ഷഹീൻ മിസ്ത്രി അവളുടെ ആഗ്രഹങ്ങൾ, അതായത് ഇന്ത്യയിൽ താമസിക്കാനും ഇന്ത്യയിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതുമായിട്ടുള്ള അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ രക്ഷിതാക്കളെ അറിയിച്ച സമയത്ത് അവളുടെ രക്ഷിതാക്കൾ അവളുടെ ആഗ്രഹങ്ങൾ 2 വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഷഹീൻ മിസ്ത്രിയുടെ രക്ഷിതാക്കളുടെ നിബന്ധനകളെന്ന് നോക്കാം. ഷീ വുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ്. ഡിഗ്രിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബിരുദ പഠനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതായിരുന്നു ഷഹീൻ മിസ്ത്രിയുടെ രക്ഷിതാക്കളുടെ ഒന്നാമത്തെ നിബന്ധന. ലേറ്റർ ഷീ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ ഹെർ ഗ്രാജുവേറ്റ് ഡിഗ്രി. അവളുടെ ബിരുദ പഠനത്തിന് ശേഷം, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ബിരുദാനന്തര ബിരുദത്തിനായി, അതായത് PG പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകണം എന്നുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ രണ്ടാമത്തെ നിബന്ധന. സോ ഷീ ഡിസൈഡഡ് ടു ഡു ഹെർ ഗ്രാജുവേഷൻ ഇൻ ഇന്ത്യ. അങ്ങനെ ഷഹീൻ മിസ്ത്രി ഇന്ത്യയിൽ വെച്ച് ഡിഗ്രി പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ സെൻറ്റ് സാവിയേഴ്സ് കോളേജ് ഫോർ ഗ്രാജുവേഷൻ. അങ്ങനെ ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി പൂർത്തിയാക്കാൻ വേണ്ടി സെൻറ്റ് സാവിയേഴ്സ് എന്ന കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചു. Since she was not happy with the bookish system of education, she decided to go out into the world. ബുക്കിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, അതായത് പുസ്തകങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവൾ സന്തുഷ്ടയല്ലാത്തതിനാൽ തന്നെ ഷഹീൻ മിസ്ത്രി പുസ്തകങ്ങൾക്ക് പുറമേയുള്ള ലോകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. She wandered in the slums, familiarizing herself with the horrifying realities of slum life. സ്ലം മീൻസ് ചേരി പ്രദേശങ്ങൾ. ചേരി പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ ഭയാനകമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഷഹീൻ മിസ്ത്രി പല ചേരികളിലും സന്ദർശിച്ചു, അതായത് പല ചേരി പ്രദേശങ്ങളും സന്ദർശിച്ചു. ദെൻ അലോങ് വിത്ത് ദ ബുക്കിഷ് സ്റ്റഡീസ് ഇൻ ദ കോളേജ്, ഷഹീൻ മിസ്ത്രി ലേൺ മെനി തിങ്സ് ഫ്രം ദ വേൾഡ് ഔട്ട്സൈഡ്. തൻ്റെ കോളേജിലെ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ്, അതായത് പുസ്തകങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പഠനത്തിൻ്റെ കൂടെ തന്നെ പുറം ലോകത്തു നിന്നും ഷഹീൻ മിസ്ത്രി പലതും പഠിച്ചു. വൺ ഡേ ഷീ വിസിറ്റഡ് എ മുംബൈ സ്ലം. അങ്ങനെ ഒരു ദിവസം മുംബൈയിലെ ഒരു ചേരി പ്രദേശം ഷഹീൻ മിസ്ത്രി സന്ദർശിച്ചു. ദ കണ്ടീഷൻ ഓഫ് സ്ലം വാസ് വെരി പാത്തറ്റിക്. ആ ഒരു ചേരിയിലെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അതായത് ഷഹീൻ മിസ്ത്രി സന്ദർശിച്ച ആ ഒരു ചേരി പ്രദേശത്തുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. There were around 10,000 people living in the slum without pure water or waste disposal. ശുദ്ധജലമോ അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനമോ സൗകര്യങ്ങളോ ഇല്ലാതെ ഏകദേശം 10,000-ഓളം ആളുകളായിരുന്നു ആ ഒരു ചേരിയിൽ താമസിച്ചിരുന്നത്. They had only 6 toilets. ഇങ്ങനെ 10,000-ഓളം ആളുകൾ തിങ്ങി താമസിക്കുന്ന ആ ഒരു ചേരി പ്രദേശത്ത് ആകെ 6 ടോയ്ലറ്റ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഷഹീൻ മിസ്ത്രി സന്ദർശിച്ച ഒരു സ്ലമ്മിലെ, അതായത് ഒരു ചേരി പ്രദേശത്തുള്ള അവസ്ഥ. There she met Sandhya, a poor young girl. അവിടെ വെച്ച്, അതായത് ആ ഒരു ചേരി പ്രദേശത്ത് വെച്ച് ഷഹീൻ മിസ്ത്രി സന്ധ്യ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടുമുട്ടി. They were both the same age. ഇവർ രണ്ടുപേർക്കും, അതായത് ഷഹീൻ മിസ്ത്രിക്കും സന്ധ്യ എന്ന പെൺകുട്ടിക്കും ഒരേ പ്രായമായിരുന്നു. And they became friends. അങ്ങനെ അവർ സുഹൃത്തുക്കളായി. Then after college, ഷഹീൻ മിസ്ത്രി used to go to Sandhya's house. അങ്ങനെ എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞ ശേഷം ഷഹീൻ മിസ്ത്രി സന്ധ്യയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ഷീ യൂസ് ടു ടീച്ച് ദ ചിൽഡ്രൻ ഓഫ് ദാറ്റ് സ്ലം. അങ്ങനെ സന്ധ്യയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ ഒരു സ്ലമ്മിലുള്ള, ആ ഒരു ചേരിയിലുള്ള കുട്ടികളെ ഷഹീൻ മിസ്ത്രി പഠിപ്പിക്കാറുണ്ടായിരുന്നു. ദ ചിൽഡ്രൻ കോൾഡ് ഹർ ദീദി. അങ്ങനെ ഷഹീൻ മിസ്ത്രി അവിടെ വെച്ച് പഠിപ്പിക്കാറുള്ള ആ ഒരു കുട്ടികൾ ഷഹീൻ മിസ്ത്രിയെ ദീദി എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. There, ഷഹീൻ മിസ്ത്രി thought how life would be different if the slum students had an opportunity to study. അങ്ങനെ ഷഹീൻ മിസ്ത്രി ആ ഒരു ചേരി പ്രദേശം സന്ദർശിക്കുകയും അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അവൾ സ്വയം ചിന്തിക്കുകയാണ്,
ഈ ഒരു സ്ലമ്മിലെ ഈ ഒരു ചേരിയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ലഭിച്ചാൽ അവരുടെ ജീവിതം എത്രത്തോളം വ്യത്യസ്തമാകും എന്നുള്ളതും എത്രത്തോളം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ഷഹീൻ മിസ്ത്രി ചിന്തിക്കുകയാണ്. ദ സീഡ്സ് ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ വെയർ സോൺ ദെയർ. ആകാംക്ഷ ഫൗണ്ടേഷനെ കുറിച്ച് ഷഹീൻ മിസ്ത്രി അവിടെ വെച്ചാണ് ചിന്തിച്ചത്. അതിൻ്റെ തുടക്കം അവിടെ വെച്ചായിരുന്നു. ദ സ്ലം ചിൽഡ്രൻ ബിക്കെയിം ഹെർ ഫസ്റ്റ് സ്റ്റുഡൻസ്. ആ ഒരു ചേരിയിലെ കുട്ടികൾ അവളുടെ ആദ്യ വിദ്യാർത്ഥികളായി മാറി. ആൻഡ് ഷഹീൻ മിസ്ത്രി ടുക്ക് കെയർ ഓഫ് ദ പുവർ ചിൽഡ്രൻ ആൻഡ് സ്റ്റാർട്ടഡ് ടീച്ചിങ് ദം. അങ്ങനെ ഷഹീൻ മിസ്ത്രി അവിടെയുള്ള ആ ഒരു ചേരിയിലെ പാവപ്പെട്ട കുട്ടികളെ പരിപാലിക്കുകയും അവരെ പഠിപ്പിക്കാനും തുടങ്ങുകയും ചെയ്തു. ദ ചിൽഡ്രൻ നീഡഡ് ആൻ എൻവയോൺമെൻറ്റ് ഫ്രീ ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഡിസ്ട്രാക്ഷൻസ്. അവർ ജീവിക്കുന്ന, അതായത് ചേരിയിലെ ആ ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങളും ശബ്ദങ്ങളും ഒന്നുമില്ലാത്ത, ബഹളങ്ങളൊന്നുമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു കുട്ടികൾക്ക് ആവശ്യമായിരുന്നത്. സോ ഷഹീൻ മിസ്ത്രി സ്റ്റാർട്ടഡ് ദ സെർച്ച് ഫോർ എ ക്ലാസ് റൂം. അങ്ങനെ ഷഹീൻ മിസ്ത്രി ആ ഒരു ചേരിയിലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് റൂമിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി. അറ്റ് ദ ബിഗിനിങ് ഷീ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ക്ലാസ് റൂംസ് ഫോർ ദീസ് ചിൽഡ്രൻ, ബട്ട് ഷീ ഓവർകം സച്ച് ഡിഫിക്കൽട്ടീസ്. അങ്ങനെ ആ ഒരു ചേരിയിലെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂമിന് വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഷഹീൻ മിസ്ത്രി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്നു. എന്നാൽ അത്തരം ബുദ്ധിമുട്ടുകളെ ഷഹീൻ മിസ്ത്രി തരണം ചെയ്യുകയും ചെയ്തു. ആഫ്റ്റർ ഫേസിങ് മെനി ഓബ്സ്റ്റക്കിൾസ് ഷീ ഗോട്ട് എ ക്ലാസ് റൂം ടു ടീച്ച് ദ സ്ലം സ്റ്റുഡൻസ്. അങ്ങനെ നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചതിന് ശേഷം ചേരിയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി ഷഹീൻ മിസ്ത്രിക്ക് ഒരു ക്ലാസ് റൂം ലഭിച്ചു. ദ സെൻറ്റർ വാസ് കോൾഡ് ആകാംക്ഷ സെൻറ്റർ. ആ ഒരു കേന്ദ്രത്തെ അവർ വിളിച്ചിരുന്നത് ആകാംക്ഷ സെൻറ്റർ എന്നായിരുന്നു. അതായത് ആ ഒരു ചേരി പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഷഹീൻ മിസ്ത്രി തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്ലാസ് റൂമിനെ ആകാംക്ഷ സെൻറ്റർ എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത്. The basic principle of Akanksha is to teach children who are underprivileged. പാവപ്പെട്ട, അതായത് നിരാലംബരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് ആകാംക്ഷയുടെ അടിസ്ഥാന തത്വം. There were volunteers from St. Xavier's College. ഷഹീൻ മിസ്ത്രി പഠിച്ചിരുന്ന സെൻറ്റ് സാവിയേഴ്സ് എന്ന കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു അവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ആകാംക്ഷ ഫോർമലി സ്റ്റാർട്ടഡ് ഇൻ 1991. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് 15 ചിൽഡ്രൻ. 15 കുട്ടികളുമായിട്ട് ആകാംക്ഷ ഔപചാരികമായിട്ട് ആരംഭിച്ചത് 1991. Now the Akanksha Foundation has 58 centers and 6 schools with over 3,500 students. ഇപ്പോൾ ആകാംക്ഷ ഫൗണ്ടേഷന് കീഴിൽ 58 സെൻറ്ററുകളും 6 സ്കൂളുകളും അതുപോലെ തന്നെ 3500ഓളം കുട്ടികളുമുണ്ട്. ദ ചിൽഡ്രൻ ആർ ടോട്ട് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. അവിടെയുള്ള കുട്ടികളെ ഇംഗ്ലീഷും മാത്സുമാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റുഡൻസ് ആർ ഓൾസോ ട്രെയിൻ ഇൻ വാല്യൂസ്, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. ജീവിതത്തിലെ മൂല്യങ്ങൾ, ആത്മാഭിമാനം, ദെൻ ആത്മവിശ്വാസം എന്നിവയിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദീദി എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആകാംക്ഷ brought new light to the slums by teaching the ignored children of that area. ആ ഒരു പ്രദേശങ്ങളിലെ, ആ ഒരു ചേരികളിലെ അവഗണിക്കപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ആകാംക്ഷ ചേരികളിൽ പുതിയ വെളിച്ചം കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്ക് 3-ാം യൂണിറ്റിലെ 3-ാം ചാപ്റ്ററായ സ്റ്റാമർ എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്റ്റാമർ, വിക്ക്. സ്റ്റാമർ ഈസ് എ തോട്ട് പ്രോവോക്കിംഗ് പോയം റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് കെ സച്ചിദാനന്ദൻ. പ്രശസ്ത കവിയായ കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് സ്റ്റാമർ. ഹീ ഈസ് എ വെൽ നോൺ പോയറ്റ് ആൻഡ് ക്രിട്ടിക് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അറിയപ്പെടുന്ന കവിയും നിരൂപകനുമാണ് കെ സച്ചിദാനന്ദൻ. ദ പോയം സ്റ്റാമർ വാസ് ഒറിജിനലി റിട്ടൺ ഇൻ മലയാളം. സ്റ്റാമർ എന്ന ഈ കവിത ആദ്യം എഴുതിയത് മലയാളത്തിലാണ്. ലേറ്റർ ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ദ പോയറ്റ് ഹിംസെൽഫ്. മലയാളത്തിൽ എഴുതിയിട്ടുള്ള വിക്ക് എന്ന ഈ കവിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും, അതായത് പരിഭാഷപ്പെടുത്തിയതും കെ സച്ചിദാനന്ദൻ തന്നെയാണ്. ഇൻ ദിസ് പോം ദ പോയറ്റ് ട്രീറ്റ്സ് സ്റ്റാമർ നോട്ട് ആസ് ഡിസേബിലിറ്റി ബട്ട് ആസ് എ മോഡ് ഓഫ് സ്പീച്ച്. ഈ കവിതയിൽ കവി വിക്കിനെ ഒരു വൈകല്യമായിട്ടല്ല, ഒരു സംസാര രീതിയായിട്ടാണ് കാണുന്നത്. അതായത് സാധാരണ എല്ലാവരും വിക്കിനെ ഒരു വൈകല്യമായിട്ടാണ് കാണാറുള്ളതെങ്കിലും കവി വിക്കിനെ ഒരു വൈകല്യമായിട്ടല്ല, ഒരു സംസാര രീതിയായിട്ടാണ് കവി കാണുന്നത്. Then the poet links stammer and lameness by saying that stammer is the silence that falls between the words and its meaning, just as lameness is the silence that falls between the words and deeds. വാക്കുകൾക്കും അതിൻ്റെ അർത്ഥത്തിനുമിടയിൽ വരുന്ന നിശബ്ദതയാണ് വിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കവി വിക്കിനെയും മുടന്തിനെയും ബന്ധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വാക്കിനും പ്രവൃത്തിക്കുമിടയിലുള്ള നിശബ്ദതയാണ് മുടന്ത് എന്ന് അദ്ദേഹം വിളിക്കുന്നത്.
അതായത് കവി വിക്കും അതുപോലെ തന്നെ മുടന്തും നിശബ്ദതയാണ് എന്ന് പറയുകയാണ്. അതായത് വാക്കിനും അർത്ഥത്തിനും ഇടയിലുള്ള നിശബ്ദതയാണ് വിക്ക് എന്നുള്ളതും അതുപോലെ തന്നെ വാക്കിനും പ്രവർത്തിക്കും ഇടയിലുള്ള നിശബ്ദതയാണ് അദ്ദേഹം മുടന്ത് എന്നും വിളിക്കുന്നത്. He says, it would be difficult even for the linguist to analyze and explain the history of stammer. വിക്കിൻ്റെ ചരിത്രം വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും ഭാഷാശാസ്ത്രജ്ഞർക്ക് പോലും ബുദ്ധിമുട്ടായിരിക്കും എന്നും കവി പറയുന്നു. അതായത് വിക്കിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭാഷാശാസ്ത്രജ്ഞരും വിക്കും എന്ന് കവി പറയുകയാണ്. He says, when we stammer, we give a different meaning to the listener, which is different from its literal meaning. കവി പറയുന്നത് നാം സംസാരിക്കുന്ന സമയത്ത് വിക്കുമ്പോൾ നമ്മുടെ ശ്രോതാവിന് നാം മറ്റൊരു അർത്ഥമാണ് നൽകുന്നത് എന്ന് കവി പറയുകയാണ്. അതായത് അത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്നും കവി പറയുന്നു. അതായത് നാം സംസാരിക്കുന്ന സമയത്ത് വിക്കുന്ന സമയത്ത് നാം ആരോടാണോ സംസാരിക്കുന്നത് അവർ മറ്റൊരു കാര്യമായിരിക്കും കേൾക്കുന്നത് എന്ന് കവി പറയുന്നു. Then the poet considers stammer as a sacrifice to the god of meanings. വിക്ക് എന്നുള്ളത് അർത്ഥങ്ങളുടെ ദൈവത്തിനുള്ള ഒരു ബലിയാണ് എന്നും കവി പറയുന്നു. Then the poet says, when a person stammer, he is offering a sacrifice to the god of meanings. കവി പറയുന്നത് ഒരാൾ വിക്കുന്ന സമയത്ത് അർത്ഥങ്ങളുടെ ദൈവങ്ങൾക്ക് അദ്ദേഹം ഒരു ത്യാഗം, ഒരു ബലി നൽകുകയാണ് എന്ന് കവി പറയുന്നു. If all people stammer, it will be considered as their mother tongue. Then എല്ലാ ആളുകളും വിക്കുന്ന സമയത്ത് ആ ഒരു വിക്ക് അവരുടെ മാതൃഭാഷയായി മാറും എന്നും കവി പറയുന്നു. Then the poet says that the God must have stammered when he created man. മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ദൈവവും വിക്കിയിട്ടുണ്ട് എന്ന് കവി പറയുകയാണ്. He justifies this argument by saying that all words of man have different meanings. മനുഷ്യൻ്റെ എല്ലാ വാക്കുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം, അതായത് കവി, അദ്ദേഹത്തിൻ്റെ വാദത്തെ ന്യായീകരിക്കുന്നു. He says people pray and command differently and it appears different to different people. Then ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കവി പറയുന്നു. അത് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നും കവി പറയുന്നു. At last, he compares stammer with poetry. ഈ ഒരു കവിതയുടെ അവസാനത്തിൽ കവി കവിതയെ സ്റ്റാമറുമായിട്ട് വിക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു. Some people find it easy to understand the implied meaning of the poem, but the others it looks obscure and finds different interpretation to it. ചില ആളുകൾക്ക് കവിതയുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് അത് അവ്യക്തമായിട്ട് കാണുകയും അതിന് വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. When a sapling is planted, ഒരു തൈ നടുമ്പോൾ. When a sapling is planted is the Nobel Prize acceptance speech by വങ്കാരി മത്തായി. വങ്കാരി മത്തായിയുടെ നോബൽ പ്രൈസ് സ്വീകരിക്കുന്ന സമയത്തുള്ള ഒരു പ്രസംഗമാണ് When a sapling is planted എന്നത്. വങ്കാരി മത്തായി വാസ് എ കെന്യൻ എൻവയോൺമെൻ്റലിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. കെനിയയിൽ നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നു വങ്കാരി മത്തായി. ഷീ ഈസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ഹു റിസീവ്ഡ് നൊബേൽ പ്രൈസ്. നൊബേൽ പ്രൈസ് സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് വങ്കാരി മത്തായി. ഷീ ഗോട്ട് നൊബേൽ പ്രൈസ് ഇൻ 2004 for her contribution to the sustainable development, tree planting, peace and democracy. Sustainable development, സുസ്ഥിര വികസനം, then വൃക്ഷത്തൈകൾ നടൽ, സമാധാനം, ജനാധിപത്യം എന്നിവയ്ക്കുള്ള വങ്കാരി മത്തായിയുടെ സംഭാവനകൾക്കാണ് 2004 അവർക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. She founded the Green Belt movement to focus on the planting of trees, environmental conservation and women's rights. മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വങ്കാരി മത്തായി ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന പ്രസംഗത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഇൻ ദി സ്പീച്ച് വങ്കാരി മത്തായി ടെൽസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീ പ്ലാന്റിംഗ് ആൻഡ് ദ നീഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ നേച്ചർ. മരങ്ങൾ നടുന്നതിൻ്റെ പ്രാധാന്യവും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് വങ്കാരി മത്തായി ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്നത്. ഷീ എക്സ്പ്രസസ് ഹെർ സെൻസിറ്റീവ് ആൻഡ് റെവറൻഷ്യൽ ലവ് ഫോർ നേച്ചർ. പ്രകൃതിയോടുള്ള അവരുടെ ആദരവും സ്നേഹവുമാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ വങ്കാരി മത്തായി പ്രകടിപ്പിക്കുന്നത്. ഷീ ഡെഡിക്കേറ്റ്സ് ദ നൊബേൽ പ്രൈസ് ടു ദ വിമൻ ആൻഡ് ചിൽഡ്രൻ ഓഫ് കെനിയ. കെനിയയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടാണ് വങ്കാരി മത്തായി അവരുടെ നൊബേൽ പ്രൈസ് സമർപ്പിക്കുന്നത്. ഷീ സ്പീക്സ് ഓഫ് ദ വേരിയസ് എൻവയോൺമെൻറ്റൽ ഡാമേജസ്
and their effects on the life of rural people. വ്യത്യസ്ത തരത്തിലുള്ള പാരിസ്ഥിതിക നാശങ്ങളെക്കുറിച്ചും ഗ്രാമീണ ജനതയുടെ ജീവിതത്തിൽ അവ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ് വങ്കാരി മത്തായി ഈ ഒരു പ്രസംഗത്തിലൂടെ സംസാരിക്കുന്നത്. ഷീ സ്പോക്ക് ഫ്രം ഹർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഇൻ റൂറൽ കെനിയ. കെനിയയിലെ ഗ്രാമീണ മേഖലയിലെ തൻ്റെ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. As she was growing up, she noticed that the forests being cleared and were replaced by commercial plantations. കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതും പകരം വാണിജ്യാവശ്യത്തിനുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും അവർ അവരുടെ കുട്ടിക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നു. അതായത് കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതിനും പകരം വാണിജ്യാവശ്യത്തിനുള്ള റബ്ബർ പോലെയുള്ള മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിനും വങ്കാരി മത്തായി കുട്ടിക്കാലത്ത് സാക്ഷിയായിരുന്നു. This destroyed the local biodiversity and the ability of the forest to conserve water. ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ ആ ഒരു പ്രദേശത്തുള്ള ജൈവ വൈവിധ്യത്തെയും ജലം സംരക്ഷിക്കാനുള്ള വനങ്ങളുടെ കഴിവിനെയും നശിപ്പിച്ചു. As a result of the large-scale deforestation, the African women lacked firewood, clean drinking water, balanced diets, shelter and income. വലിയ രീതിയിലുള്ള വനനശീകരണത്തിൻ്റെ ഫലമായിട്ട് ആഫ്രിക്കയിലുള്ള സ്ത്രീകൾക്ക് വിറക്, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം, സമീകൃതാഹാരം, പാർപ്പിടം, വരുമാനം തുടങ്ങിയവയെല്ലാം ഇല്ലാതായി. In Africa, women are the primary caretakers. They till the land and feed their families. കൃഷി ചെയ്യുകയും കുടുംബങ്ങളെ പോറ്റുകയും തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുടുംബങ്ങളിൽ വഹിച്ചിരുന്നത് ആഫ്രിക്കയിൽ സ്ത്രീകളായിരുന്നു. In her opinion, the introduction of commercial farming causes much damage to the environment. അവരുടെ അഭിപ്രായത്തിൽ വാണിജ്യാവശ്യത്തിനുള്ള കൃഷികൾ പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങളുണ്ടാക്കി. ഇറ്റ് വുഡ് റീപ്ലേസ് ദ ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ്. അങ്ങനെ അത് ഗാർഹിക ആവശ്യത്തിലുള്ള ഭക്ഷ്യവിളകളെ ഇല്ലാതാക്കി. അതായത് വാണിജ്യ ആവശ്യത്തിനുള്ള റബ്ബർ പോലെയുള്ള കൃഷികൾ ഭക്ഷ്യ ആവശ്യത്തിനുള്ള ഭക്ഷ്യവിളകളെ ഇല്ലാതാക്കി. ഇൻ ഷോർട്ട്, വെൻ ദ എൻവയോൺമെൻറ്റ് ഈസ് ഡെസ്ട്രോയിഡ്, പ്ലണ്ടേർഡ് ആൻഡ് മിസ്മാനേജ്ഡ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് അണ്ടർമൈൻഡ്. ചുരുക്കത്തിൽ പരിസ്ഥിതിയെ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിത നിലവാരം തകരുകയും ചെയ്യുന്നു. പ്ലാന്റിംഗ് ട്രീസ് ഈസ് ദ ഓൺലി ലാസ്റ്റിംഗ് റെമഡി ടു അഡ്രസ് ദിസ് ഇഷ്യൂ. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി, ശാശ്വതമായിട്ടുള്ള ഒരു വഴി മരങ്ങൾ നടുക എന്നത് മാത്രമാണ്. വങ്കാരി മത്തായി ടുഗെദർ വിത്ത് ദ മെമ്പേഴ്സ് ആൻഡ് ആക്ടിവിസ്റ്റ് ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് പ്ലാന്റഡ് ഓവർ 30 million ട്രീസ്. അങ്ങനെ വങ്കാരി മത്തായി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും സഹായത്താൽ ഏകദേശം 30 ദശലക്ഷത്തോളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ദിസ് ക്രിയേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് സോയിൽ ആൻഡ് വാട്ടർഷെഡ്. ഈ ഒരു പ്രവൃത്തി, അതായത് 30 ദശലക്ഷത്തോളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ള ഈ ഒരു പ്രവൃത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്തു. Wangari Maathai says that it is high time humanity stopped threatening its life support system and took initiative to heal the wounds of Mother Earth. മനുഷ്യരാശി അതിൻ്റെ ജീവൻ രക്ഷാ സംവിധാനത്തെ ഭീഷണിപ്പെടുത്തുന്നതും നശിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തികൾ അവസാനിപ്പിച്ച് ഭൂമിയെ സംരക്ഷിക്കാൻ മുൻകൈയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വങ്കാരി മത്തായി പറയുന്നു. She firmly believes that there can be no development without sustainable management of the environment in a democratic and peaceful space. ജനാധിപത്യപരവും സമാധാനപരവുമായിട്ടുള്ള ഒരു സ്ഥലത്ത് പരിസ്ഥിതിയുടെ സുസ്ഥിര മാനേജ്മെൻറ്റ് ഇല്ലാതെ ഒരു വികസനവും സാധ്യമല്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. So she exhorts world leaders to expand democratic space and to ensure fair societies. ജനാധിപത്യ ഇടം വികസിപ്പിക്കാനും നിയുക്തമായിട്ടുള്ള സമൂഹങ്ങൾ, നല്ല സമൂഹങ്ങൾ ഉറപ്പാക്കാനും അവർ ലോക നേതാക്കളെ ഉദ്ബോധിപ്പിക്കുന്നു. She also calls on the young generation to contribute towards bringing back the biodiversity of the past. പഴയകാല ജൈവ വൈവിധ്യം, അതായത് പ്രകൃതിയുടെ ജൈവ വൈവിധ്യത്തെ തിരികെ കൊണ്ടുവരാൻ യുവതലമുറയോട് അവർ ആഹ്വാനം ചെയ്യുന്നു. So that in the future our children can enjoy the world of beauty and wonder. അങ്ങനെ നമ്മുടെ പ്രകൃതിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പഴയ ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുമെന്ന് വങ്കാരി മത്തായി ഈ ഒരു പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് വങ്കാരി മത്തായിയുടെ വെൻ എ സപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് 4ാം യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ റൈസ് എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. റൈസ്, നെല്ല്. റൈസ് ഈസ് എ പോയം റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോ എഴുതിയിട്ടുള്ള കവിതയാണ് റൈസ്, നെല്ല്. ദിസ് പോയം ഈസ് എ സാറ്റയർ ഓൺ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് കേരള ഫാമേഴ്സ്.
കേരളത്തിലെ കർഷകരുടെ മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവത്തെക്കുറിച്ചുള്ള ആക്ഷേപഹാസ്യമാണ് ഈ ഒരു കവിത. ദാറ്റ് ഈസ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. ഭക്ഷ്യവിളയിൽ നിന്ന് നാണ്യവിളയിലേക്കുള്ള ആ ഒരു മാറ്റം. ദാറ്റ് ഈസ് ഫ്രം പാഡി ഫീൽഡ്സ് ടു റബ്ബർ ട്രീസ് ആൻഡ് അരിക്കനട്ട് പാംസ്. അതായത് ഭക്ഷ്യവിളയായ നെൽകൃഷിയിൽ നിന്ന് റബ്ബർ, ദെൻ അടയ്ക്ക തുടങ്ങിയ നാണ്യവിളയിലേക്കുള്ള കർഷകരുടെ മാറ്റത്തെ കളിയാക്കിക്കൊണ്ട് പരിഹാസ്യ രൂപത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു കവിത. ഓക്കെ, ഈ ഒരു കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. The son of a rice farmer has gone to North India to do a research on making toys with husk. കേരളത്തിലെ ഒരു കർഷകൻ്റെ മകൻ ഉമികൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്താൻ ഉത്തരേന്ത്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. As a son of a rice farmer, he had a plenty of husk at home and also in the homes nearby. ഒരു നെൽകർഷകൻ്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപ വീടുകളിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലും ധാരാളം ഉമി ഉണ്ടായിരുന്നു. He works hard for 4 years and finally gets a doctorate on making toys with husk. അങ്ങനെ ഉമികൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം വളരെ കഠിനമായിട്ട് ആ ഒരു ഗവേഷണം നടത്തുകയും അങ്ങനെ 4 വർഷത്തിന് ശേഷം ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുകയും ചെയ്തു. He was eating only chapati day after day in that 4 years of his research in North India. അങ്ങനെ ഉത്തരേന്ത്യയിൽ വെച്ച് അദ്ദേഹം ഗവേഷണം നടത്തുന്ന സമയത്ത് ആ ഒരു 4 വർഷവും, അതായത് 4 വർഷത്തോളമാണ് അദ്ദേഹം അവിടെ ഗവേഷണം നടത്തുന്നത്. ആ ഒരു 4 വർഷവും അദ്ദേഹം ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ചപ്പാത്തി മാത്രമായിരുന്നു. He was bored with eating chapati every day. അങ്ങനെ എല്ലാ ദിവസവും ആ ഒരു 4 വർഷത്തിൽ എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ച് അദ്ദേഹത്തിന് ചപ്പാത്തി ആകെ മടുത്തിട്ടുണ്ടായിരുന്നു. And he feels eager to eat atikira rice. അദ്ദേഹത്തിന് അത്തിക്കിര ചോറ് കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അത്തിക്കിര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഒരു തരം അരിയാണ്. ആ ഒരു അരി കൊണ്ടുണ്ടാക്കിയ ചോറ് തിന്നാൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതായത് ഉത്തരേന്ത്യയിൽ വെച്ച് അദ്ദേഹം ഗവേഷണം നടത്തുന്ന ആ ഒരു 4 വർഷവും അദ്ദേഹം ചപ്പാത്തി മാത്രമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു 4 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്തിക്കിര റൈസ് കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു കവിത മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദ പോം ഹാസ് 2 പാർട്സ്. ഈ ഒരു കവിതയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പോം ഷോസ് ഹിസ് എക്സ്പെക്ടേഷൻ ഓൺ ഹിസ് ഹോംലാൻഡ്. ഈ ഒരു കവിതയുടെ ആദ്യ ഭാഗം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അതായത് 4 വർഷത്തിന് ശേഷം ഉത്തരേന്ത്യയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നാടിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളാണ് ഈ ഒരു കവിതയുടെ 1ാം ഭാഗത്തിലൂടെ പറയുന്നത്. The first part of the poem begins with a nostalgic feeling of him when he returns to his homeland in Kerala after a long years of 4 years. അങ്ങനെ 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിലേക്ക് വരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ആ ഒരു നാടിനെക്കുറിച്ചുള്ള ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. നാടിനെക്കുറിച്ചുള്ള എന്തൊക്കെ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് എന്ന് നോക്കാം. ദ പിക്ചർ ഓഫ് ദ റൈസ് പ്ലാന്റിംഗ് സീസൺ പാസസ് ത്രൂ ഹിസ് മൈൻഡ്. നെൽകൃഷി നടക്കുന്ന ആ ഒരു കാലത്തിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഹി സീസ് ഹിസ് ഫാദർ ഇൻ ദ ഫീൽഡ് ഇൻ ഹിസ് മഡ് സ്റ്റെയിൻഡ് ധോത്തി. ചെളി പുരണ്ട വസ്ത്രത്തോടു കൂടെയുള്ള അച്ഛനെ അദ്ദേഹം വയലിൽ കാണുകയാണ്. ഹി സീസ് ഹിസ് ബ്രദർ ക്യാരിയിങ് ടെൻഡർ സാപ്ലിംഗ്. അദ്ദേഹത്തിൻ്റെ അനിയൻ ആ ഒരു കൃഷിയിടത്തിൽ നടാനുള്ള ചെറിയ വൃക്ഷത്തൈകൾ കൊണ്ടുവരുന്നതും അദ്ദേഹം കാണുകയാണ്. ആൻഡ് ഹി സീസ് ഹിസ് മദർ ഇൻ ദ കിച്ചൺ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. അടുക്കളയിൽ അമ്മ നന്നായി വേവിച്ച ചോറ് ഊറ്റുന്നതും അവൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ഈ ഒരു കാര്യവും അവൻ മനസ്സിലൂടെ കാണുകയാണ്. ഓക്കെ, തുടങ്ങിയ സങ്കല്പങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. ദെൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പോം ഷോസ് ദ റിയാലിറ്റി. ഈ ഒരു കവിതയുടെ 2ാം ഭാഗം കാണിക്കുന്നത് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അതായത് കവിതയുടെ 1ാമത്തെ ഭാഗം അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളാണ് എങ്കിൽ കവിതയുടെ 2ാമത്തെ ഭാഗത്തിലൂടെ കാണിക്കുന്നത് യാഥാർത്ഥ്യമാണ്, റിയാലിറ്റിയാണ്. വെൻ ഹി റീച്ചസ് ഹിസ് ഹോം വിത്ത് ഹിസ് ഡോക്ടറേറ്റ് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്, ദർ ഈസ് നോ ഹസ്ക് ഇൻ ഹിസ് ഹൗസ് ആൻഡ് അറൗണ്ട്. അങ്ങനെ ഉമികൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയതിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഹസ്കില്ലായിരുന്നു, അതായത് ഉമിയില്ലായിരുന്നു. He notices a sea change in the people of his village.
തൻ്റെ ഗ്രാമത്തിലെ ആളുകളിലുണ്ടായ വലിയ ഒരു മാറ്റം അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. He finds that the place has completely changed and he has got confused with his path. ആ ഒരു സ്ഥലം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ തൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇത് തന്നെയാണോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുകയും ചെയ്യുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നാട്ടുകാരിലും അദ്ദേഹം ശ്രദ്ധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റബ്ബർ പ്ലാന്റ്സ് ആൻഡ് അരിക്കനട്ട് പാംസ് ഹാവ് ടേക്കൺ ദ പ്ലേസ് ഓഫ് പാഡി കൾട്ടിവേഷൻ. നെൽകൃഷിയുടെ സ്ഥാനത്ത്, അതായത് നെൽകൃഷി നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ കവുങ്ങുകളും സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം ഇപ്പോൾ കാണുന്നത് റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ കവുങ്ങുകളുമാണ്. The farmers have turned to cash crops like rubber and arecanut. കർഷകർ നാണ്യവിളകളായിട്ടുള്ള റബ്ബർ, അടയ്ക്ക മുതലായ നാണ്യവിളകളിലേക്ക് കർഷകർ മാറിയിട്ടുണ്ടായിരുന്നു. When he reaches his home, his father watches the people who fix up the machine for making rubber sheets. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നതിനുള്ള യന്ത്രം ശരിയാക്കുന്ന ആളുകളെ, ആ ഒരു ജോലിക്കാരെ അച്ഛൻ നിരീക്ഷിക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനും നാണ്യവിളയായിട്ടുള്ള റബ്ബർ കൃഷിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. His father says that he had stopped paddy farming as it is not profitable and the government gives the rice to those who have no paddy fields. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറയുന്നത് നെൽകൃഷി ലാഭമല്ലാത്തതിനാൽ തന്നെ അദ്ദേഹം ആ ഒരു നെൽകൃഷി നിർത്തിയെന്നും അതുപോലെ തന്നെ നെൽവയലുകളില്ലാത്തവർക്ക് സർക്കാർ അരി നൽകുന്നുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറയുന്നു. And he was more shocked to see his brother coming with the rations of wheat. അദ്ദേഹത്തിൻ്റെ സഹോദരൻ റേഷൻ ഗോതമ്പുമായി വരുന്നത് കണ്ട് അദ്ദേഹം കൂടുതൽ ഞെട്ടുന്നു. Farmers had shifted to cash crops like rubber and arecanut. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള കർഷകർ നാണ്യവിളകളായിട്ടുള്ള റബ്ബർ അതുപോലെ തന്നെ കവുങ്ങ് തുടങ്ങിയ കൃഷികളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. According to the farmers, rice cultivation is inconvenient and non-profitable. കർഷകരുടെ അഭിപ്രായത്തിൽ നെൽകൃഷി വളരെ അസൗകര്യമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ലാഭമില്ലാത്തതുമായിരുന്നു. Then even there is a shortage of rice in the state. People rush to cash crops with the support of the government. നമ്മുടെ സംസ്ഥാനത്ത് അരിക്ക്, അതായത് ഭക്ഷ്യവിളകൾക്ക് ക്ഷാമമുണ്ട് എങ്കിലും സർക്കാർ പിന്തുണയോടുകൂടെ കർഷകർ നാണ്യവിളകളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. And the people have to wait on government rations of wheat instead of becoming self-reliant on ourselves by cultivating paddy. നെൽകൃഷി ചെയ്ത് ഭക്ഷ്യവിളയിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് പകരമായിട്ട് സർക്കാർ റേഷൻ ഗോതമ്പിനെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. Then he pathetically asked himself whether he gets some husk from the center too. കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് ഉമി കൂടെ ലഭിക്കുമോ എന്ന് അദ്ദേഹം ദയനീയമായിട്ട് സ്വയം ചോദിക്കുന്നു. അതായത് ഉമി കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ആ ഒരു ഡോക്ടറേറ്റ് നേടി അദ്ദേഹം നാട്ടിലെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉമിയില്ലായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ, റൈസ് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 4ാം യൂണിറ്റിലെ 3ാം ചാപ്റ്ററായ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. It's an essay written by Dr. Hardin B. Jones. Dr. Hardin B. Jones എഴുതിയിട്ടുള്ള ഒരു essay ആണ് ഇത്. This essay is a timely warning to the modern society against drug abuse. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരായ ആധുനിക സമൂഹത്തിനുള്ള ഒരു സമയോചിതമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു essay. This essay focuses on the effects of drugs on human. മനുഷ്യരിൽ മയക്കുമരുന്നുകൾ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു essay ഫോക്കസ് ചെയ്യുന്നത്. Drugs were discovered to prevent and cure diseases. രോഗങ്ങൾ വരുന്നത് തടയുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിനുമാണ് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. But sometimes drugs can even be harmful. എന്നാൽ ചിലപ്പോൾ മരുന്നുകൾ പോലും ഹാനികരമായേക്കാം. Now there is a wide usage of drugs in the society. ഇന്ന് സമൂഹത്തിൽ മരുന്നിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗമുണ്ട്. Now there is a widespread of drug abuse. അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെ ദുരുപയോഗവും വ്യാപകമാണ്. The history of medical use of drugs goes back to 23 centuries to Hippocrates, the Greek physician.
മരുന്നുകളുടെ മെഡിക്കൽ ഉപയോഗത്തിൻ്റെ ചരിത്രം 23 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രീക്ക് വൈദ്യനായിട്ടുള്ള ഹിപ്പോക്രാറ്റസിലേക്കാണ് പോകുന്നത്. ഹിപ്പോക്രാറ്റ്സ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് ഹിപ്പോക്രാറ്റസിനെ കണക്കാക്കപ്പെടുന്നത്. He was the first to say that a remedy must take into account not only the symptoms of the disease but also of the constitution and habits of the patient. ഒരു അസുഖമുണ്ടാകുന്ന സമയത്ത് അതിനുള്ള പ്രതിവിധി എടുക്കുന്ന സമയത്ത് ആ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ രോഗിയുടെ ശരീരഘടനയും ശീലങ്ങളും കണക്കിലെടുക്കണമെന്ന് അദ്ദേഹം പറയുന്നു. As per his teaching, medicines must suit to the disease and the patient. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മരുന്നുകൾ രോഗത്തിനും രോഗിക്കും യോജിച്ചതായിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ അൺബാലൻസ് ദ ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി. അല്ലാത്ത പക്ഷം അത് തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അസന്തുലിതമാക്കും. പീപ്പിൾ ടേക്ക് ഡ്രഗ്സ് വെൻ ദേ ഫീൽ ബാഡ് ആൻഡ് ഡിപ്രസ്ഡ്. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന സമയത്ത് മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. But nowadays, many people use drugs not only when they are depressed and feel bad, but they feel good already. എന്നാൽ ഇക്കാലങ്ങളിൽ ആളുകൾ ഓൾറെഡി നല്ല അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. Those are called sensual drugs. ഇങ്ങനെയുള്ള മരുന്നുകളെയാണ് സെൻഷ്യൽ ഡ്രഗ്സ്, മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത്. മെഡിസിൻസ് ആൻഡ് സെൻഷ്യൽ ഡ്രഗ്സ് ആർ ഡിഫറൻറ്റ്. മരുന്നുകളും മയക്കുമരുന്നുകളും വ്യത്യസ്തമാണ്. മെഡിസിൻസ് ആർ ദോസ് ദാറ്റ് ക്യൂർ ആൻഡ് പ്രിവെൻറ്റ് ഡിസീസസ്. അസുഖങ്ങളെ തടയുന്നതും അസുഖങ്ങളെ ഭേദമാക്കുന്നതുമാണ് മരുന്നുകൾ. സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ ബട്ട് ദാറ്റ് ഗീവ്സ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. ശരീരത്തിന് തീരെ ആവശ്യമില്ലാത്തവയാണ് മയക്കുമരുന്നുകൾ, എന്നാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശക്തമായിട്ടുള്ള സന്തോഷം നൽകുന്നു. സെൻഷ്യൽ ഡ്രഗ്സ് ആക്ട് ഡയറക്ട്ലി ഓൺ ദ ബ്രെയിൻ. മയക്കുമരുന്നുകൾ തലച്ചോറിൽ നേരിട്ടാണ് പ്രവർത്തിക്കുന്നത്. സെൻഷ്യൽ ഡ്രഗ്സ് വിൽ അൺബാലൻസ് ദ ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി. മയക്കുമരുന്നുകൾ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അസന്തുലിതമാക്കും. ഇറ്റ് മേ ലീഡ് ടു സോഷ്യൽ, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ്. ഇത് സാമൂഹികവും ശാരീരികവും വൈകാരികവുമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇറ്റ് ബിക്കംസ് ദ മെയിൻ കോസ് ഓഫ് മെനി ഫെയിലിയേഴ്സ് ഇൻ ദെയർ ലൈഫ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാരണമായേക്കാം. ഇറ്റ്സ് എ കേഴ്സ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു പ്രോബ്ലംസ് ലൈക്ക് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡെഡ് സൊസൈറ്റി. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒരു ശാപമാണ്. ഇത് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, മരിച്ച ഒരു സമൂഹം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വേരിഡ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ പലതരത്തിലും വ്യത്യസ്തവുമാണ്. എ ഡ്രഗ് അഡിക്റ്റ് ക്യാൻ ഈസിലി ഗെറ്റ് ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, മാൽന്യൂട്രീഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. They can cause liver disease, venereal disease and infection of the kidney and brain. മയക്കുമരുന്നിന് അടിമയായ ഒരാൾക്ക് ന്യൂമോണിയ, ക്ഷയം, പോഷകാഹാരക്കുറവ്, ശരീരഭാരം കുറയൽ തുടങ്ങിയ അസുഖങ്ങളും അതിനു പുറമെ കരൾ രോഗങ്ങൾ, വൃക്കയിലെയും തലച്ചോറിലെയും അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ഇനി നമുക്ക് 5ാം യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ക്രിസ്മസിന് നേരത്തെ അയക്കുക. Post Early for Christmas is a comic one-act play written by the famous British dramatist R.H. Wood. പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്തായിട്ടുള്ള R.H. Wood രചിച്ചിട്ടുള്ള ഒരു കോമിക് വൺ-ആക്ട് പ്ലേ ആണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. വൺ-ആക്ട് പ്ലേ എന്നാൽ നാടകം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരേ സ്ഥലത്തായിരിക്കും എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ഷൻസും നടക്കുന്നത്. ഇതിനെയാണ് വൺ-ആക്ട് പ്ലേ എന്ന് പറയുന്നത്. അതായത് നാടകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ പ്ലേസ് തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള നാടകങ്ങളെയാണ് വൺ-ആക്ട് പ്ലേ എന്ന് വിളിക്കുന്നത്. ദ പ്ലേ ഷോസ് ദ ഹ്യൂമറസ് ഇൻസിഡൻസ് ഹാപ്പൻ ഇൻ എ വില്ലേജ് പോസ്റ്റ് ഓഫീസ് ഡ്യൂറിങ് എ ക്രിസ്മസ് സീസൺ. ഒരു ക്രിസ്മസ് സീസണിൽ ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളെയാണ് ഈ ഒരു നാടകം കാണിക്കുന്നത്. ദ പ്ലേ സെൻറ്റേഴ്സ് ഓൺ എ പാർസൽ ബ്രോട്ട് ബൈ എ ഫോറിൻ ടൂറിസ്റ്റ്. ഒരു വിദേശ ടൂറിസ്റ്റ് കൊണ്ടുവരുന്ന ഒരു പാഴ്സലിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു നാടകം നടക്കുന്നത്. The parcel makes a ticking noise and the people in the post office think that it's a time bomb. ആ ഒരു വിദേശ ടൂറിസ്റ്റ് കൊണ്ടുവന്നിരുന്ന ആ ഒരു പാഴ്സൽ ടിക്കിംഗ് ശബ്ദമുണ്ടാക്കുകയും ടിക്ക് എന്ന ശബ്ദമുണ്ടാക്കുകയും ഇത് ടൈം ബോംബാണ് എന്ന് പോസ്റ്റ് ഓഫീസിലെ ആളുകൾ കരുതുകയും ചെയ്യുന്നു. They become frightened and call a policeman. അങ്ങനെ ആ ഒരു പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്ന ആളുകൾ ഭയപ്പെടുകയും ഒരു പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നു. The policeman drops the parcel into the bucket of water to prevent from blasting.
അങ്ങനെ ഒരു പോലീസുകാരൻ വരികയും സ്ഫോടനം തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരൻ ആ ഒരു പാഴ്സൽ വെള്ളത്തിലിടുകയും ചെയ്യുന്നു. അറ്റ് ദാറ്റ് ടൈം ദ ഫോറിൻ ടൂറിസ്റ്റ് കംസ് ആൻഡ് എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് എ ക്ലോക്ക്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ സ്ഫോടനം തടയുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ടൂറിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പാഴ്സൽ വെള്ളത്തിലിടുന്ന സമയത്ത് ആ ഒരു ഫോറിൻ ടൂറിസ്റ്റ് വീണ്ടും പോസ്റ്റ് ഓഫീസിലേക്ക് വരികയാണ്. ദെൻ അദ്ദേഹം പറയുകയാണ് യഥാർത്ഥത്തിൽ അതൊരു ക്ലോക്കാണ് എന്നുള്ളത്. ദ ഫോറിൻ ടൂറിസ്റ്റ് കോൾസ് ദ പോലീസ്മാൻ എൻ ഇഡിയറ്റ് ആൻഡ് വോസ് ഹി വിൽ നെവർ പോസ്റ്റ് എനിത്തിങ് ഇൻ ദ കൺട്രി. അങ്ങനെ ആ ഒരു വിദേശ ടൂറിസ്റ്റ് ആ ഒരു പോലീസുകാരനെ വിഡ്ഢി എന്ന് വിളിക്കുകയും താൻ ആ രാജ്യത്ത് ഒന്നും പോസ്റ്റ് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന നാടകത്തിൽ സംഭവിക്കുന്നത്. ഇൻ ദിസ് പ്ലേ ദർ ആർ മെനി ഹ്യൂമറസ് ഇവൻറ്റ്സ്. ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേ ആക്ട് ഹ്യൂമറസ്ലി ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ഈ ഒരു നാടകത്തിൽ ധാരാളം രസകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങൾ മിക്ക അവസരങ്ങളിലും വളരെ രസകരമായിട്ടാണ് അഭിനയിക്കുന്നതും. ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേ ആർ എ യങ് ലേഡി അസിസ്റ്റൻറ്റ്, മിസ്സിസ് സ്മിത്ത്, മിസ്സിസ് ജോൺസ്, എ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ, എ ഫാമർ, എ ഫസി ഓൾഡ് ലേഡി, മിസ്സിസ് ഹിഗിൻസ്, ബേർട്ടി, എ ഫോറിൻ ടൂറിസ്റ്റ് ആൻഡ് എ പോലീസ്മാൻ. ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഒരു നാടകത്തിലുള്ളത്. പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള യങ് ലേഡി അസിസ്റ്റൻറ്റ്, അവിടെ കസ്റ്റമേഴ്സായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് കസ്റ്റമേഴ്സായിട്ട് വരുന്ന മിസ്സിസ് സ്മിത്ത്, മിസ്സിസ് ജോൺസ്, എ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ, ബധിരനായിട്ടുള്ള അതായത് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വൃദ്ധൻ, എ ഫാർമർ ഒരു കർഷകൻ, എ ഫസി ഓൾഡ് ലേഡി, മിസ്സിസ് ഹിഗിൻസ്, ബേർട്ടി, എ ഫോറിൻ ടൂറിസ്റ്റ്, എ പോലീസ്മാൻ. ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഒരു നാടകത്തിലുള്ളത്. ദ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ മേക്സ് അസ് ലാഫ് എ ലോട്ട്. ബധിരനായിട്ടുള്ള അതായത് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വൃദ്ധൻ നമ്മെ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്. ഹി ഹിയേഴ്സ് ദ വേർഡ് ബുക്ക് ആസ് കുക്ക് ആൻഡ് സെറ്റ് ആസ് ടച്ച് ആൻഡ് ബെഡ്. ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു വൃദ്ധൻ, ബധിരനായിട്ടുള്ള ആ ഒരു വൃദ്ധൻ ബുക്ക് എന്ന വേർഡിനെ കുക്ക് എന്നും അതുപോലെ തന്നെ സെഡ് എന്ന വേർഡിനെ ടച്ച് ബെഡ് എന്നുമാണ് അദ്ദേഹം കേൾക്കുന്നത്. ദെൻ ഹി ഈവൻ സേസ് ദാറ്റ് ദ അസിസ്റ്റൻറ്റ് ഈസ് ഡഫ്. അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റൻറ്റ് ഡഫാണ്, ബധിരയാണ് എന്നും ഡഫ് ഓൾഡ് ജെന്റിൽമാൻ പറയുന്നുണ്ട്. ദെൻ an old lady comes to the post office with a sick cat, thinking that the post office is a clinic for animals. വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ രോഗിയായിട്ടുള്ള തൻ്റെ പൂച്ചയുമായിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പോസ്റ്റ് ഓഫീസ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ദർ ഇസ് എ ഡേർട്ടി urchin, ബേർട്ടി, വിത്ത് പുവർ ഇംഗ്ലീഷ്. മോശം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വൃത്തിയില്ലാത്ത ഒരു വികൃതി ചെക്കനും ഈ ഒരു നാടകത്തിലുണ്ട്. ദ ഫോറിൻ ടൂറിസ്റ്റ് ഇംഗ്ലീഷ് ഈസ് ഓൾസോ മേക്കിംഗ് അസ് ലാഫ്. ഫോറിൻ ടൂറിസ്റ്റിൻ്റെ ഇംഗ്ലീഷ് നമ്മെ ചിരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ ശൈലിയും നമ്മെ ചിരിപ്പിക്കുന്നുണ്ട്. എ മാൻ കെയിം ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ആസ്ക്ഡ് വെയർ ഹി കുഡ് ഗെറ്റ് എ സ്റ്റാമ്പ്. ഒരാൾ ആ ഒരു പോസ്റ്റ് ഓഫീസിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എവിടെ പോയാലാണ് സ്റ്റാമ്പ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. അനദർ മാൻ വാണ്ട്സ് എ പൈൻറ്റ് ഓഫ് ബിയർ ഫ്രം ദ പോസ്റ്റ് ഓഫീസ്. മറ്റൊരാൾ പോസ്റ്റ് ഓഫീസിൽ വന്നുകൊണ്ട് ചോദിക്കുന്നത് ഒരു പൈൻറ്റ് ഓഫ് ബിയർ ആണ്. ദ ഫണിയസ്റ്റ് ഇൻസിഡൻറ്റ് ഈസ് ദാറ്റ് ദ പീപ്പിൾ റൺ ടു ഹൈഡ് വെൻ ദ പാർസൽ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു ദ ബക്കറ്റ് ഓഫ് വാട്ടർ. ഈ ഒരു നാടകത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണ് ആ ഒരു ഫോറിൻ ടൂറിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള പാർസൽ ടൈം ബോംബാണ് എന്ന് കരുതിയിട്ട് അത് പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ആ ഒരു പാർസൽ ഇടുന്നതും ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്ന എല്ലാ ആളുകളും രക്ഷപ്പെടാൻ വേണ്ടി ഒളിക്കുന്നതും വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ദേ തിങ്ക് ഇറ്റ്സ് എ ടൈം ബോംബ്. ആ ഒരു പോസ്റ്റ് ഓഫീസിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് അതൊരു ടൈം ബോംബാണ് എന്നായിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് എ ബിഗ് ക്ലോക്ക് ബോട്ട് ബൈ എ ഫോറിൻ ടൂറിസ്റ്റ് ഫ്രം സ്വിറ്റ്സർലൻഡ് ടു പ്രസൻറ്റ് ടു ഹിസ് ഫ്രണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു പാർസൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു വിദേശ സഞ്ചാരി തൻ്റെ സുഹൃത്തിന് സമ്മാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ ക്ലോക്കായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് 5ാം യൂണിറ്റിൽ നിന്നുള്ള 2ാം ചാപ്റ്ററായ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഇത് നിങ്ങളെ ഒന്നുകൂടെ വേദനിപ്പിക്കാൻ പോകുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഈസ് എ ഹ്യൂമറസ് പോം written by the famous American poet Ogden Nash. പ്രശസ്ത അമേരിക്കൻ കവിയായിട്ടുള്ള ഒഗ്ഡൻ നാഷ് എഴുതിയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കവിതയാണ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നത്.
The poem looks at an unpleasant experience from an unusual perspective. ഒരു സുഖകരമല്ലാത്ത ഒരു അനുഭവത്തെ അസാധാരണമായിട്ടുള്ള വീക്ഷണത്തിലൂടെ നോക്കിക്കാണുന്നതാണ് ഈ ഒരു കവിതയിലൂടെ വിശദീകരിക്കുന്നത്. That is the poet's experience while sitting on a dental chair in front of the dentist. ഒരു ദന്ത ഡോക്ടറുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഡെൻ്റൽ ചെയറിൽ ഇരിക്കുന്ന സമയത്തുള്ള കവിയുടെ അനുഭവത്തെയാണ് ഇവിടെ വളരെ രസകരമായിട്ട് വിവരിക്കുന്നത്. സിറ്റിംഗ് ഓൺ എ ഡെൻ്റൽ ചെയർ ഈസ് റിയലി എ വെരി അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ്. ഡെൻറ്റിസ്റ്റിൻ്റെ മുമ്പിൽ ആ ഒരു ഡെൻ്റൽ ചെയറിൽ ഇരിക്കുക എന്നത് ശരിക്കും വളരെ അസുഖകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ബട്ട് ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദിസ് എക്സ്പീരിയൻസ് ഇൻ എ ഫണി വേ. എന്നാൽ കവി ഈ ഒരു അനുഭവത്തെ വളരെ രസകരമായിട്ടാണ് വിവരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. The poet doesn't like to sit on a dentist chair with his mouth wide open because he has to face both mental and physical tortures from there. ദന്ത ഡോക്ടറുടെ കസേരയിൽ വായ തുറന്നുകൊണ്ടിരിക്കുന്നത് കവിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അവിടെ നിന്ന് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരും. അതായത് മാനസികവും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു അവസരമാണ് ഡെന്റിസ്റ്റ് ചെയറിൽ ഇരിക്കുക എന്നുള്ളത്. He says it is very difficult to be in self-control when his jaw is down into his chest. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ താടിയിൽ നെഞ്ചിലേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് നിയന്ത്രിച്ചിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. His fingernails are scratching his palm and make serious changes in his lifeline because he is in a position which lacks dignity. അങ്ങനെ ആ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ മുമ്പിൽ ആ ഒരു ഡെൻ്റൽ ചെയറിൽ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തീരെ അന്തസ്സില്ലാത്ത ഒരു സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് എന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ തന്നെ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാമ്പിൽ സ്ക്രാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ നമ്മുടെ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈവെള്ളയിലെ രേഖയിൽ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ജീവിതരേഖയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്ന് കവി പറയുന്നു. അതുപോലെ തന്നെ ഡെൻറ്റിസ്റ്റിന് മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു ഇരുത്തത്തിന് ജീവിതത്തിലെ തീരെ അന്തസ്സില്ലാത്ത ഒരു വിലയുമില്ലാത്ത ഒരു സ്ഥാനത്ത് നിൽക്കുന്ന പോലെയാണ് എന്നും കവി പറയുന്നുണ്ട്. ബിക്കോസ് ഹി ഹാസ് ടു ഒബേ ദ ഡെൻറ്റിസ്റ്റ്. കാരണം ആ ഒരു ദന്ത ഡോക്ടറെ നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹം എന്താണോ പറയുന്നത് അത് നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് തീരെ അന്തസ്സില്ല എന്നും കവി പറയുന്നു. ദ പോയറ്റ് സേസ് ഹിസ് മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ഓൺ വിച്ച് റിപ്പയർ വർക്കിംഗ് ഈസ് ഗോയിങ് ഓൺ ആൻഡ് ദ മെറ്റീരിയൽസ് ആർ ഡിസോർഡർലി അക്യുമുലേറ്റഡ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഒരു റോഡിൻ്റെ ഭാഗം പോലെയാണ് തൻ്റെ വായ എന്ന് കവി പറയുന്നു. അതിൽ സാധനങ്ങളെല്ലാം ക്രമരഹിതമായിട്ട്, അതായത് ഡിസോർഡർ ഇല്ലാത്ത രീതിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു എന്നും കവി പറയുന്നു. ഓൾ ദ നെർവ്സ് ഇൻ ഹിസ് ഹെഡ് ആർ അഫക്റ്റഡ്. അദ്ദേഹത്തിൻ്റെ തലയിലെ എല്ലാ ഞരമ്പുകളെയും അത് ബാധിക്കുന്നു എന്നും കവി പറയുന്നുണ്ട്. അതായത് ഡെൻറ്റിസ്റ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് തലയിലെ എല്ലാ ഞരമ്പുകളെയും അത് ബാധിക്കുന്നുണ്ട് എന്നും കവി പറയുന്നു. ദ ഡോക്ടർ പോളിഷസ് ദ ടീത്ത് ബട്ട് ദ പോയറ്റ് ഫീൽസ് ദേ ആർ ബീങ് ഡിമോളിഷ്ഡ്. ഡോക്ടർ പല്ലുകളെല്ലാം പോളിഷ് ചെയ്യുന്ന സമയത്ത്, മിനുക്കിയെടുക്കുന്ന സമയത്ത് കവിക്ക് തോന്നുന്നത് അവയെല്ലാം പൊളിക്കുന്നതായിട്ടാണ് കവിക്ക് ഫീൽ ചെയ്യുന്നത്. ദ ഡെൻറ്റിസ്റ്റ് ഡസ് ഹിസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മിറർ വിച്ച് ടെറിഫൈസ് ദ പോയറ്റ്. ഒരു കണ്ണാടിയുടെ സഹായത്തോടു കൂടെയാണ് ദന്ത ഡോക്ടർ തൻ്റെ ചികിത്സ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അത് കവിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ബിക്കോസ് ഇൻ ദ മിറർ ദ ലെഫ്റ്റ് ഈസ് റൈറ്റ് ആൻഡ് റൈറ്റ് ഈസ് ലെഫ്റ്റ്. കാരണം കണ്ണാടിയിൽ ഇടത് വലതും വലത് ഇടത്തുമാണ്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കവി പറയുന്നു. Then the poet compares the dentist Ulsa, as the Romans used to call a feminine bear. Then പിന്നീട് കവി ഡെൻറ്റിസ്റ്റിനെ ഒരു ഉത്സവമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഉത്സ എന്നത് റോമക്കാർ പെൺകരടിക്ക് വിളിക്കുന്ന ഒരു പേരെയാണ് ഉത്സ എന്നത്. ദെൻ ഈ ഒരു കവി എന്താണ് ചെയ്യുന്നത്? ഡെൻറ്റിസ്റ്റിനെ ഒരു പെൺകരടിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. Then he says, in the dentist's hand there is a crowbar and a mirror. കവി പറയുകയാണ്, ദന്ത ഡോക്ടറുടെ ഒരു കൈയിൽ കുന്തവും മറ്റേ കൈയിൽ ഒരു കണ്ണാടിയുമുണ്ട് എന്ന് കവി പറയുന്നു. Finally, when the dentist coats his teeth with some polishing stuff, the poet feels that the stuff has something that used to shine on horse hoof. അങ്ങനെ ദന്ത ഡോക്ടർ ഒടുവിൽ ആ ഒരു ദന്ത ഡോക്ടർ പല്ലുകളിൽ ചില മിനുക്കുപണികൾ ചെയ്യുന്ന സമയത്ത്, അതായത് അവസാനമായിട്ട് കോട്ടിങ് കൊടുക്കുന്ന സമയത്ത് കവിക്ക് തോന്നുന്നത് ആ ഒരു ഡോക്ടർ തൻ്റെ പല്ലിന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിശ്രിതം സാധാരണ കുതിരകളുടെ കുളമ്പുകൾ തിളങ്ങുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന മിശ്രിതമാണ് എന്ന് കവിക്ക് തോന്നുകയാണ്. The poet gets shocked when the dentist says to him to come back after 3 months. Then 3 മാസത്തിന് ശേഷം വീണ്ടും അവിടെ വരണം എന്ന് ദന്ത ഡോക്ടർ പറഞ്ഞ സമയത്ത് കവി ഞെട്ടുകയാണ്.
Then the poet blames the fate for sending him to a dentist. Then ദന്ത ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ അയച്ചതിനെ വിധിയെയാണ് കവി കുറ്റപ്പെടുത്തുന്നത്. He says one goes to the dentist to keep his teeth clean and he actually wants his teeth in good condition because he doesn't want to go to the dentist. Then കവി പറയുന്നത് ഒരാൾ ഒരു ദന്ത ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പല്ലുകൾ നല്ല നിലയിലാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ദെൻ പല്ലുകൾ നല്ല അവസ്ഥയിലാകണം എന്ന് ചിന്തിക്കാൻ കാരണം പിന്നീട് ഡെൻറ്റിസ്റ്റിൻ്റെ അതായത് ദന്ത ഡോക്ടറുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു ഇടവരരുത് എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. Here, the poem satirizes the fear towards a dentist by exaggerating the pain and problem caused during the dental treatment. ഒരു ദന്ത ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന വേദനയെയും പ്രശ്നങ്ങളെയും പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട്, അതായത് എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ദന്ത ഡോക്ടറോടുള്ള ഭയത്തെ ആക്ഷേപഹാസ്യ രൂപത്തിൽ കവി വിവരിക്കുന്നതാണ് ഈ ഒരു കവിത. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് 5ാം യൂണിറ്റിൽ നിന്നുള്ള 3ാം ചാപ്റ്ററായ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, കുറ്റവും ശിക്ഷയും. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഈസ് എ ഹ്യൂമറസ് സ്റ്റോറി റിട്ടൺ ബൈ ആർ.കെ. നാരായൺ. ആർ.കെ. നാരായൺ എഴുതിയിട്ടുള്ള ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കഥയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഇറ്റ് സറ്ററൈസസ് ദ ഓവർ കൺസേൺഡ് പാരൻറ്റിങ്. മക്കളെ അമിതമായിട്ട് ലാളിക്കുന്ന മാതാപിതാക്കളെ പരിഹസിക്കുന്ന രീതിയിലാണ് ഈ ഒരു കഥയുള്ളത്. ഇറ്റ് ഷോസ് ഹൗ ദ ഓവർ കൺസേൺഡ് പാരൻസ് ഹാവ് സ്പോയിൽഡ് ദ ചൈൽഡ് ടു ബ്ലാക്ക്മെയിൽ ഹിസ് ടീച്ചർ. അമിതമായി ലാളിച്ചു വളർത്തിയ ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ ടീച്ചറെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ മോശമായതിനെയാണ് ഈ ഒരു കഥ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ദ സ്റ്റോറി ഹാപ്പൻസ് ഇൻ എ നഴ്സറി. ഒരു നഴ്സറിയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ദർ ആർ 2 ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിൽ 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്. എ മാത്സ് ടീച്ചർ ആൻഡ് എ ബോയ്. ഒരു ഗണിത അധ്യാപകനും ഒരു ആൺകുട്ടിയും. ഇവർ 2 പേരുമാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ. ദ ബോയ് വാസ് ദ ഓൺലി ചൈൽഡ് ഓഫ് ഹിസ് പാരൻസ്. ആ ഒരു കുട്ടി അവൻ്റെ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു, ഏക കുട്ടിയായിരുന്നു. ദേ ലവ്ഡ് ഹിം ആൻഡ് കെയർഡ് ഹിം ടു ഡീപ്ലി. ആ ഒരു മാതാപിതാക്കൾ ആ ഒരു കുട്ടിയെ വളരെയധികം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. ഹി വാസ് ലൈക്ക് എൻ ഏഞ്ചൽ ടു ദം. ആ ഒരു മാതാപിതാക്കൾക്ക്, കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കുട്ടി ഒരു മാലാഖയെ പോലെയായിരുന്നു. ദേ ബിൽറ്റ് എ നഴ്സറി ടു ഹിം ആൻഡ് പ്രൊവൈഡഡ് മെനി ഫെസിലിറ്റീസ് ഇൻ ദാറ്റ് നഴ്സറി. ആ ഒരു കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ ഒരു നഴ്സറി ഉണ്ടാക്കി കൊടുക്കുകയും ആ ഒരു നഴ്സറി ധാരാളം സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. ദ ടീച്ചർ ഗോട്ട് ഓൺലി 30 rupees ഇൻ എ മന്ത്. അവനെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർക്ക് ആകെ കിട്ടിയിരുന്നത് മാസത്തിൽ 30 രൂപയായിരുന്നു. എവറി ഡേ ദ ടീച്ചർ സ്പെൻഡ് 3 hours ഇൻ ദാറ്റ് നഴ്സറി. എല്ലാ ദിവസവും ടീച്ചർ ആ ഒരു നഴ്സറിയിൽ 3 മണിക്കൂർ ചിലവഴിച്ചു. ആ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 3 മണിക്കൂർ ചിലവഴിച്ചു. ഇൻ ദോസ് 3 hours, ഫസ്റ്റ് ഹാഫ് ആൻ അവർ he had to listen the child psychology of the parents. ആ 3 മണിക്കൂറിൽ ആദ്യത്തെ അരമണിക്കൂറിൽ കുട്ടികളുടെ സൈക്കോളജിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, രക്ഷിതാക്കളുടെ ക്ലാസ് ആ ഒരു അധ്യാപകന് കേൾക്കേണ്ടി വന്നിരുന്നു. ദ പാരൻസ് വെയർ എഗെയിൻസ്റ്റ് പണിഷിംഗ് ദ ചൈൽഡ്. ആ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നതിനെതിരായിരുന്നു അവൻ്റെ രക്ഷിതാക്കൾ. ദ ടീച്ചർ കൺസിഡേർഡ് ദ ബോയ് ആസ് എ ഗൊറില്ല ബിക്കോസ് ഓഫ് ഹിസ് നോട്ടി ബിഹേവിയർ. കുട്ടിയുടെ വികൃതിയായിട്ടുള്ള പെരുമാറ്റം, അതായത് അനുസരണക്കേട് കാണിക്കുന്ന പെരുമാറ്റം കാരണം കുട്ടിയെ ഒരു ഗൊറില്ലയായിട്ടായിരുന്നു ടീച്ചർ കണ്ടിരുന്നത്. ദെൻ വെൻ ദ സ്റ്റോറി ബിഗിൻസ് ദ ടീച്ചർ വാസ് ആസ്കിങ് ഹിം എ ക്വസ്റ്റ്യൻ. ഈ ഒരു കഥ തുടങ്ങുന്ന സമയത്ത് ടീച്ചർ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. ദ സ്റ്റുഡൻറ്റ് പ്രൊവോക്ക് ദ ടീച്ചർ ബൈ റിപ്പീറ്റിംഗ് ദ റോങ് ആൻസർ. എന്നാൽ തെറ്റായ ഉത്തരം ആവർത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥി അധ്യാപകനെ പ്രകോപിപ്പിക്കുന്നു. ദ ടീച്ചർ ബിക്കെയിം ആംഗ്രി ആൻഡ് അണേബിൾ ടു കൺട്രോൾ ഹിംസെൽഫ്. അങ്ങനെ അധ്യാപകൻ്റെ ചോദ്യത്തിന് നിരന്തരമായിട്ട് തെറ്റായ ഉത്തരം നൽകിക്കൊണ്ട് ആ ഒരു അധ്യാപകനെ കുട്ടി നിരന്തരമായിട്ട് പ്രകോപിപ്പിക്കുന്ന സമയത്ത് അധ്യാപകന് ദേഷ്യം തോന്നുകയും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഹി ബീറ്റ് ഓൺ ദ ചീക്ക് ഓഫ് ദ ചൈൽഡ്. അങ്ങനെ ആ ഒരു അധ്യാപകന് ദേഷ്യം തോന്നുകയും സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് അദ്ദേഹം കുട്ടിയുടെ മുഖത്തടിക്കുകയാണ്. That time the boy started to cry and the teacher felt fear that the boy's parents would come to know this. അങ്ങനെ കുട്ടി കരയാൻ തുടങ്ങിയ സമയത്ത് ഇത് കുട്ടിയുടെ മാതാപിതാക്കൾ അറിയുമോ എന്ന് ടീച്ചർക്ക് ഭയം തോന്നുകയാണ്. Then the teacher tried to console the child. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. But the child tried to blackmail the teacher by telling him that he would inform this incident to the parents if he did not obey him. എന്നാൽ തന്നെ അനുസരിച്ചില്ല എങ്കിൽ ഈ ഒരു സംഭവം മാതാപിതാക്കളെ അറിയിക്കുമെന്ന് പറഞ്ഞ് കുട്ടി ടീച്ചറെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്.
He wanted the teacher to act as a station master. ആ ഒരു ടീച്ചർ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയിക്കൊണ്ട് കുട്ടിയുടെ കൂടെ കളിക്കണമെന്ന് കുട്ടി ആവശ്യപ്പെടുന്നു. Then the boy wants him to tell stories. അതിനുശേഷം കുട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് കഥകൾ പറയാനാണ്. Unfortunately, the teacher has to obey the child. നിർഭാഗ്യവശാൽ അധ്യാപകന് കുട്ടിയെ അനുസരിക്കേണ്ടി വരികയാണ്. അതായത് കുട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടി വരികയാണ് അധ്യാപകന്. When the boy wanted the teacher to tell the story again, the teacher couldn't tell because he was very tired. അധ്യാപകൻ വീണ്ടും കഥ പറയണം എന്ന് കുട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം വളരെ ടയേർഡായിരുന്നു, അദ്ദേഹം ആകെ ക്ഷീണിതനായിരുന്നു. Then the boy runs to his parents to tell them about the matter. ആ ഒരു സമയത്ത് കുട്ടി മാതാപിതാക്കളോട് കാര്യം പറയാൻ വേണ്ടി ഓടുകയാണ്. അതായത് അധ്യാപകൻ അടിച്ച കാര്യം പറയാൻ വേണ്ടി കുട്ടി രക്ഷിതാക്കളുടെ അടുത്തേക്ക് ഓടുകയാണ്. Then the teacher runs after him and becomes tired. അധ്യാപകൻ അവൻ്റെ പിന്നാലെ, ആ ഒരു കുട്ടിയുടെ പിന്നാലെ ഓടുകയും അദ്ദേഹം ക്ഷീണിക്കുകയും ചെയ്യുന്നു. That time the parents of the child comes there. ആ ഒരു സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെ വരികയാണ്. The teacher decides to confess everything to them. ടീച്ചർ അവരോട് എല്ലാം ഏറ്റുപറയാൻ തീരുമാനിക്കുന്നു. അതായത് കുട്ടിയെ അടിച്ച കാര്യം ഏറ്റുപറയാൻ അധ്യാപകൻ തീരുമാനിക്കുന്നു. And the boy was ready to tell the matter. ആ ഒരു കുട്ടിയും കാര്യം പറയാൻ തയ്യാറായിരുന്നു. അതായത് അവനെ അധ്യാപകൻ അടിച്ച കാര്യം പറയാൻ കുട്ടിയും തയ്യാറായിരുന്നു. But when the father inquires about the maths test, the boy hides behind the parents and pleads the teacher to save him. എന്നാൽ ആ ഒരു സമയത്ത് കുട്ടിയുടെ പിതാവ് കണക്ക് പരീക്ഷയെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് കുട്ടി മാതാപിതാക്കളുടെ പിന്നിൽ മറഞ്ഞിരിക്കുകയും തന്നെ രക്ഷിക്കാൻ അധ്യാപകനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. The teacher feels sympathy towards the boy and replies that he is all right for the test. ആ ഒരു സമയത്ത് അധ്യാപകന് കുട്ടിയോട് സഹതാപം തോന്നുകയും അവൻ പരീക്ഷയ്ക്ക് തയ്യാറാണ് എന്ന് അധ്യാപകൻ രക്ഷിതാക്കളോട് പറയുന്നു. This time the boy was relieved and became grateful to the teacher. ഈ ഒരു സമയത്ത് കുട്ടിക്ക് ആശ്വാസം തോന്നുകയും അധ്യാപകനോട് നന്ദി തോന്നുകയും ചെയ്യുന്നു. Then the boy who has been blackmailing the teacher finally falls into his mercy. അങ്ങനെ ടീച്ചറെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആ ഒരു കുട്ടി ഈ ഒരു കഥയുടെ അവസാനം അധ്യാപകൻ്റെ കാരുണ്യത്തിന് വേണ്ടി കഴിയുന്നു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.